ചാനലിൻ്റെ ഐക്കണിൽ തൊട്ട് പ്ലേലിസ്റ്റ് സെലക്ട് ചെയ്താൽ ചാനലിൽ ഇതുവരെ പറഞ്ഞിട്ടുള്ള എല്ലാ ഓഡിയോ ബുക്സും കൂട്ടുകാരെ കാത്തിരിക്കുന്നു. എല്ലാ കൂട്ടുകാർക്കും കോഫി ടൈം ഓഡിയോ ബുക്കിലേക്ക് സ്വാഗതം. ഇന്ന് കൂട്ടുകാർക്ക് വേണ്ടി അവതരിപ്പിക്കുന്നത് ഫ്രഞ്ച് സാഹിത്യകാരനായ വിശ്വപ്രസിദ്ധനായ വിക്ടർ യൂഗോയുടെ നോത്രദാമിലെ കോനൻ എന്ന നോവലിൻ്റെ 2ാം ഭാഗം. ഞാൻ ഇദ്ദേഹത്തെ സ്വീകരിച്ചിരിക്കുന്നു. സുന്ദരിയായ ജിപ്സി യുവതി വീണ്ടും ആവർത്തിച്ചു. പിന്നെ ഒന്നും പറയാതെ ഈജിപ്തിലെ ഡ്യൂക്ക് ഒരു മൺകൂജ കൊണ്ടുവന്ന് അത് ലായസ് മറാൽഡയുടെ കയ്യിൽ കൊടുത്തിട്ട് അത് നിലത്തേക്കിടൂ എന്ന് പറഞ്ഞു. മൺകൂജ നിലത്ത് വീണ് 4 കഷ്ണങ്ങളായി. ഉടൻ തന്നെ ഈജിപ്തിലെ ഡ്യൂക്ക് 2 പേരെയും ആശീർവദിച്ചുകൊണ്ട് പറഞ്ഞു, 4 വർഷം നിങ്ങൾ 2 പേരും ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കും. നടന്നതെല്ലാം ഗ്രിൻഷോറിനെ സംബന്ധിച്ച് മാന്ത്രിക പ്രവർത്തനം പോലെ അനുഭവപ്പെട്ടു. ഏതാനും നിമിഷങ്ങൾക്കകം ലായസ് മറാൽഡയോടൊപ്പം ഒരു കൊച്ചു മുറിയിൽ പ്രവേശിച്ച അദ്ദേഹം താൻ ഏതോ യക്ഷിക്കഥയിലെ നായകനാണെന്ന് സ്വയം വിചാരിക്കാൻ തുടങ്ങി. അവളാകട്ടെ അദ്ദേഹത്തോട് ഒന്നും മിണ്ടാതെ ഒരു മൂലയ്ക്ക് ഒഴിഞ്ഞു മാറിയിരുന്ന് അവളുടെ കോലാടിനോട് എന്തൊക്കെയോ സംസാരിച്ചു കൊണ്ടിരുന്നു. ഒടുവിൽ അദ്ദേഹത്തിൻ്റെ അടുത്ത് കിടന്ന മേശയുടെ അടുക്കൽ ചെന്നു. തന്നിൽ ജിപ്സി യുവതിക്ക് പ്രണയോന്മാദം പിടിപെട്ടിരിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് വികാരലോലനായി അദ്ദേഹം അവളോടടുത്തു. അദ്ദേഹത്തിൻ്റെ സ്പർശനമേൽക്കാതിരിക്കാൻ പെട്ടെന്ന് പിൻവാങ്ങിക്കൊണ്ട് അവൾ ചോദിച്ചു, നിങ്ങൾ എന്നിൽ നിന്ന് എന്താണ് ആഗ്രഹിക്കുന്നത്? ഈ ചോദ്യം കേട്ട് അദ്ദേഹം കുഴഞ്ഞു, ഒപ്പം അമ്പരക്കുകയും ചെയ്തു. ആശ്ചര്യം അല്പമൊന്ന് ശമിച്ചപ്പോൾ അദ്ദേഹം പുഞ്ചിരിച്ചുകൊണ്ട് മാധുര്യം തുളുമ്പുന്ന സ്വരത്തിൽ പറഞ്ഞു, പ്രിയേ, എന്നാൽ പിന്നെ എന്തിനാണ് എന്നെ ഭർത്താവായി സ്വീകരിച്ചത്? നിങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഞാനത് ചെയ്തു. അല്ലെങ്കിൽ അവർ നിങ്ങളെ തൂക്കിക്കൊല്ലുമായിരുന്നു. താൻ ഇപ്പോൾ തികച്ചും അത്ഭുതങ്ങളുടെ ലോകത്തിൽ തന്നെയാണെന്ന് അദ്ദേഹത്തിന് ബോധ്യമായി. ചിന്തിക്കാൻ ഒട്ടും തന്നെ സമയമെടുക്കാതെ കവി പറഞ്ഞു, ഞാൻ നിനക്ക് ഉറപ്പു തരുന്നു, നിന്റെ അനുമതിയും സമ്മതവും കൂടാതെ നിന്നെ തൊടുക പോലും ചെയ്യില്ല. ഇപ്പോൾ എനിക്ക് വല്ലാതെ വിശക്കുന്നു. എന്തെങ്കിലും കഴിക്കാൻ കിട്ടിയാൽ കൊള്ളാം. ഒരു നിമിഷത്തിനുള്ളിൽ ഒരു റൊട്ടിയും പന്നിയിറച്ചി കഷ്ണവും ചുളുങ്ങിയ ആപ്പിൾ പഴങ്ങളും ഒരു കൂജ നിറയെ ബിയറും അവൾ മേശപ്പുറത്ത് നിരത്തിവെച്ചു. അദ്ദേഹം ആർത്തിയോടെ ഭക്ഷണം കഴിച്ചു തുടങ്ങി. ലായസ് മറാൽഡ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ നിശബ്ദയായിരുന്നു. ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ അദ്ദേഹം ചോദിച്ചു, ഞാൻ നിന്റെ ഭർത്താവാകുന്നത് നിനക്കിഷ്ടമല്ലേ? അല്ല, അവൾ ഉത്തരം നൽകി. നിന്റെ കാമുകനാകുന്നതോ? അദ്ദേഹം ആരാഞ്ഞു. ചുണ്ട് മലർത്തി കാട്ടിയ ശേഷം ഇല്ല എന്ന് അവൾ വീണ്ടും പറഞ്ഞു. നിന്റെ സുഹൃത്തായിട്ടോ എന്ന് ഗ്രിൻഷോർ ചോദിച്ചു. അവൾ അദ്ദേഹത്തെ സൂക്ഷിച്ചു നോക്കിയിട്ട് ഒരു നിമിഷം ആലോചിച്ച ശേഷം ഒരു പക്ഷേ എന്ന് മറുപടി പറഞ്ഞു. സ്നേഹമെന്നാൽ എന്താണെന്ന് നിനക്കറിയാമോ? അറിയാം. 2 ആത്മാക്കൾ തമ്മിൽ തമ്മിൽ തൊട്ടും എന്നാൽ ഇണ ചേരാതെയും ഒരു കൈയിലെ 2 വിരലുകൾ പോലെ, ചുരുക്കത്തിൽ ആങ്ങളെയും പെങ്ങളും പോലെ ജീവിക്കുന്നതാണ് സ്നേഹം. അപ്പോൾ പ്രേമമോ? ഹോ, അത്... അവളുടെ ചുണ്ടുകൾ വിതുമ്പി, ശബ്ദമിടറി. എന്നാൽ അവളുടെ കണ്ണുകൾ പെട്ടെന്ന് തിളങ്ങാൻ തുടങ്ങി. അവൾ തുടർന്നു, പുരുഷനും സ്ത്രീയും ഒന്നാകുകയാണ് പ്രേമം. 2 പേർ ചേർന്ന് ഒരു മാലാഖിയായി തീരലാണത്. പ്രേമം സ്വർഗമാണ്. അത് പറയുമ്പോൾ അവളുടെ അധരങ്ങളിൽ നേരിയ പുഞ്ചിരി കളിയാടി. കൺപീലികളിൽ അവർണ്ണനീയമായ ഒരു തരം പ്രകാശം പരന്നു. ഗ്രീൻഷ്വാർ ആകാംക്ഷഭരിതനായി ചോദിച്ചു, അപ്പോൾ നിന്നെ സന്തോഷിപ്പിക്കാൻ ഞാൻ എന്തു ചെയ്യണം?
നിങ്ങളൊരു പുരുഷനായിരിക്കണം, അത് മതി. ഒരു നിമിഷം ആലോചിച്ചിട്ട് ഗ്രിൻഷ്വാർ ചോദിച്ചു. അപ്പോൾ ഞാൻ ആരാണെന്ന് പറയൂ. പുരുഷനാണെങ്കിൽ അവന് തലയിൽ ഉരുക്ക് തൊപ്പിയും കയ്യിൽ ഒരു വാളും കാണും. ഇപ്പോൾ എനിക്കെല്ലാം മനസ്സിലായി. ആ പുരുഷന് തീർച്ചയായും ഒരു കുതിരയും കാണും. എന്നോട് തുറന്നു പറയൂ, നീ ആരെങ്കിലും പ്രേമിക്കുന്നുണ്ടോ? ഒരു ക്ഷണം ഏതോ ചിന്തയിൽ മുഴുകിയിരുന്നിട്ട് ഇടറിയ സ്വരത്തിൽ അവൾ പറഞ്ഞു, താമസിയാതെ അതെനിക്ക് അറിയാൻ കഴിയും. അത് കേട്ട് കവി ചോദിച്ചു, എന്നെ പ്രേമിച്ചുകൂടെ? അവൾ അദ്ദേഹത്തിൻ്റെ നേർക്ക് ഗൗരവപൂർവ്വം നോക്കിയിട്ട് പറഞ്ഞു, എന്നെ രക്ഷിക്കാൻ കഴിയുന്നവനെ മാത്രമേ എനിക്ക് പ്രേമിക്കാനാകൂ. അവളുടെ സംസാരം കേട്ട് ഗ്രിൻഷ്വാർ പലതും ആലോചിക്കാൻ പ്രേരിതനായി. 2 മണിക്കൂർ മുമ്പ് ഒരു അപകടസന്ധിയിൽ അകപ്പെട്ടിരുന്ന അവളെ സഹായിക്കാൻ ഒരുമ്പിട്ടുവെങ്കിലും നേരിടേണ്ടി വന്ന ചില ബുദ്ധിമുട്ടുകൾ കാരണം അതിന് കഴിഞ്ഞില്ല. കോസിമോദയുടെ പിടിയിൽ നിന്നും പിന്നീട് അവളെ രക്ഷപ്പെടുത്തിയത് ആരായിരുന്നു എന്ന കാര്യം അദ്ദേഹത്തിന് അറിഞ്ഞുകൂടാ. ഉത്കണ്ഠാകുലനായി അദ്ദേഹം ചോദിച്ചു, കോസിമോദയുടെ പിടിയിൽ നിന്നും നീ എങ്ങനെ രക്ഷപ്പെട്ടു? കോസിമോദയുടെ പേര് കേട്ട മാത്രയിൽ അവൾ അയ്യോ എന്ന് നിലവിളിച്ച് ചകിതയായി 2 കൈകൊണ്ടും മുഖം പൊത്തി. കൊടും തണുപ്പിലെന്ന പോലെ അവളുടെ ശരീരമാസകലം വിറച്ചു. ഗ്രിൻഷ്വാർ പിന്നെയും ചോദിച്ചു, പറയൂ, നിന്നെ ആരാണ് രക്ഷിച്ചത്? എസ്മറാൾഡ പുഞ്ചിരി തൂകി, നെടുവേർപ്പെട്ടു. പക്ഷേ ഒന്നും പറഞ്ഞില്ല. അവളൊരു പാട്ട് പാടി. അതിടയ്ക്ക് നിർത്തിയിട്ട് ജാലിയെ ഓമനിച്ചു. മൗനം മുറിച്ചുകൊണ്ട് ഗ്രിൻഷ്വാർ ചോദിച്ചു, ഇത് മനോഹരമായ ഒരാടാണല്ലോ. എസ്മറാൾഡ അത് കേട്ട് തെല്ലൊരു അഭിമാനത്തോടെ പറഞ്ഞു, ഇതെൻ്റെ പെങ്ങളാണ്. നിനക്ക് ലാ എസ്മറാൾഡ എന്ന പേര് എങ്ങനെ കിട്ടി? എനിക്ക് അറിഞ്ഞുകൂടാ എന്ന് മറുപടി കൊടുത്തിട്ട് അവൾ മാറത്ത് നിന്ന് ചതുരാകൃതിയിലുള്ള ഒരു ചെറിയ സഞ്ചി പുറത്തേക്കെടുത്തു. ചുവന്ന പളുങ്ക് മാലയിൽ അവൾ ആ സഞ്ചി കോർത്തിട്ടിരിക്കുകയായിരുന്നു. പച്ച പട്ടുകൊണ്ട് ഉണ്ടാക്കിയതാണ് സഞ്ചി. അതിൽ നിന്നും കർപ്പൂരഗന്ധം ശക്തിയായി പ്രസരിച്ചു. അതിൻ്റെ നടുവിൽ കോർത്തിട്ടിരുന്ന മരതരത്നം പോലെ പച്ച നിറത്തിലുള്ള സ്ഫടികം കൊണ്ടുണ്ടാക്കിയ രുദ്രാക്ഷം ചൂണ്ടിക്കാണിച്ച് അവൾ പറഞ്ഞു, ഒരു വേള ഈ പച്ചക്കല്ല് നിമിത്തമായിരിക്കും എനിക്ക് ഈ പേര് കിട്ടിയത്. ആ സഞ്ചി എടുക്കാൻ ഗ്രിൻഷ്വാർ കൈ നീട്ടിയപ്പോൾ അവൾ പെട്ടെന്ന് പുറകോട്ട് മാറിയിട്ട് പറഞ്ഞു, തൊടരുത്, ഇത് രക്ഷയാണ്. തൊടുകയാണെങ്കിൽ രക്ഷ നിങ്ങൾക്ക് ദോഷം ചെയ്യും, അല്ലെങ്കിൽ നിങ്ങൾ രക്ഷയ്ക്ക് ദോഷം ചെയ്യും. ഇത് നിനക്ക് തന്നതാരാണ്? കൗതുകത്തോടെ ഗ്രിൻഷ്വാർ ആരാഞ്ഞു. അവൾ വിരൽ കൊണ്ട് വായ് പൊത്തിയിട്ട് രക്ഷായന്ത്രം മാറിലണിഞ്ഞതിന് ശേഷം എനിക്കതൊന്നും അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞൊഴിഞ്ഞു. ലാ എസ്മറാൾഡ എന്ന വാക്കിൻ്റെ അർത്ഥമെന്താണ്? അറിഞ്ഞുകൂടാ എന്നവൾ ഉത്തരം നൽകി. അദ്ദേഹം വീണ്ടും ചോദിച്ചു, ഏതു ഭാഷയിലെ പദമാണ്? ഈജിപ്തിലെ പദമാണെന്ന് തോന്നുന്നു. പണ്ഡിതനായ കവി പറഞ്ഞു, ഞാനും അങ്ങനെയാണ് വിചാരിച്ചത്. നീ ഫ്രാൻസുകാരിയാണോ? എനിക്കതൊന്നും അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞുകൊണ്ട് അവൾ നിലത്തേക്ക് നോക്കിയിരുന്നു. ഗ്രിൻഷ്വാർ സംസാരം തുടർന്നു, എൻ്റെ പേര് പിയർ ഗ്രിൻഷ്വാർ എന്നാണ്. 6 വയസ്സുള്ളപ്പോൾ അനാഥനായി തീർന്നു. വയസ്സ് 16 പട്ടാളത്തിൽ ചേർന്നു. ധീരത പോരാ എന്ന് എനിക്ക് തന്നെ തോന്നിയതിനാൽ സൈനിക സേവനം മതിയാക്കി സന്യാസിയായി. എൻ്റെ സ്വഭാവത്തെപ്പറ്റി എനിക്ക് തന്നെ മതിപ്പില്ലാത്തത് കാരണം പിന്നീട് ഒരു തച്ചൻ്റെ സഹായിയായി. ആ പണിയും വേണ്ടെന്ന് വെച്ചിട്ടാണ് ഒടുവിൽ കവിയായത്. ഭാഗ്യവശാൽ ഒരിക്കൽ നോത്രദാമിലെ ആർച്ച് ഡീക്കായ ഡോം ക്ലോത്ത് ഫ്രോളോയെ പരിചയപ്പെടാനിടയായി. അദ്ദേഹത്തിന് എന്നെ ഇഷ്ടപ്പെട്ടു. സാഹിത്യത്തിലും സംഗീതത്തിലും തത്വശാസ്ത്രത്തിലും അദ്ദേഹത്തിൻ്റെ സഹായത്താൽ പഠനം നേടി. ഞാൻ ഒട്ടനവധി വിശേഷപ്പെട്ട വിദ്യകൾ പഠിച്ചിട്ടുണ്ട്. അവയെല്ലാം നിന്റെ കോലാടിനെ പഠിപ്പിക്കും. പിന്നെ നാടകത്തിൽ നിന്ന് വലിയ ആദായവും എനിക്ക് കിട്ടും. നമുക്ക് സുഖമായി കഴിയാം.
തൻ്റെ പ്രസംഗത്തിൻ്റെ പ്രതികരണം എന്താണെന്നറിയാൻ വേണ്ടി ഗ്രീൻഷ്വാർ അല്പനേരം മിണ്ടാതിയിരുന്നു. അവൾ കീഴ്പോട്ട് നോക്കി നിൽക്കുകയായിരുന്നു. അവളുടെ ചുണ്ടുകൾ വിതുമ്പുന്നത് അദ്ദേഹം ശ്രദ്ധിച്ചു. ഉത്തരക്ഷണത്തിൽ അവൾ ഫ്വാബു എന്ന് മൃദുസ്വരത്തിൽ മന്ത്രിച്ചു. എന്നിട്ട് ഗ്രീൻഷ്വാറിൻ്റെ നേരെ തിരിഞ്ഞു ചോദിച്ചു, ഫ്വാബു എന്ന പേരിൻ്റെ അർത്ഥമെന്താണ്? തൻ്റെ പ്രസംഗത്തിനും ഈ ചോദ്യത്തിനും തമ്മിൽ യാതൊരു ബന്ധവും ഗ്രീൻഷ്വാറിന് കാണാൻ കഴിഞ്ഞില്ല. എന്നിരുന്നാലും തൻ്റെ പാണ്ഡിത്യ പ്രദർശനത്തിന് ഒരു അസുലഭ അവസരം ലഭ്യമായല്ലോ എന്നോർത്ത് സന്തോഷത്തോടെ അദ്ദേഹം ഉത്തരം നൽകി. സൂര്യൻ എന്നാണ് ആ ലത്തീൻ പദത്തിനർത്ഥം. സൂര്യനോ? അവൾ ആശ്ചര്യം പ്രകടിപ്പിച്ചു. ഒരു ദേവൻ്റെ പേരാണ്, വില്ലാളി വീരനായ ഒരു ദേവൻ്റെ. ഗ്രീൻഷ്വാർ തുടർന്നു പറഞ്ഞു. ദേവനോ? ലായസ് മറാൽദ അത് ആവർത്തിച്ചു. തത്സമയം അവൾ അണിഞ്ഞിരുന്ന വളകളിലൊന്ന് യാദൃശ്ചികമായി അയഞ്ഞൂരി നിലത്ത് വീണു. ഗ്രീൻഷ്വാർ അതെടുക്കാൻ പെട്ടെന്ന് കുനിഞ്ഞു. അദ്ദേഹം തല പൊക്കി നോക്കിയപ്പോൾ പെൺകുട്ടിയും പെണ്ണാടും അവിടം വിട്ട് അടുത്ത മുറിയിലേക്ക് പോയി കഴിഞ്ഞിരുന്നു. അകത്തുനിന്ന് കതക് സാക്ഷിയിടുന്ന ശബ്ദം അദ്ദേഹം വ്യക്തമായി കേട്ടു. അദ്ദേഹം മന്ത്രിച്ചു, സാരമില്ല, എനിക്ക് കിടക്കാനുള്ള കിടക്ക ഇവിടെ ഇട്ടിട്ടുണ്ട്. 1467 ആണ്ടിൽ, അതായത് ഈ കഥയിൽ പറയുന്ന സംഭവങ്ങൾ നടക്കുന്നതിന് 16 വർഷം മുമ്പ്, ഒരു മനോഹരമായ പ്രഭാതത്തിൽ നോത്രദാം പള്ളിയിലെ ഇടതുവശത്തെ പൂമുഖത്ത് ചുമർ കൊട്ടിയടച്ചിട്ടുള്ള മരത്തൊട്ടിലിൽ ആരോ ഒരു കുഞ്ഞിനെ വെച്ചിട്ട് പോയി. കളഞ്ഞു കിട്ടിയ ശിശുക്കളെ പൊതുജനങ്ങളുടെ ഔദാര്യത്തിനായി ഈ തൊട്ടിലിൽ കിടത്തുന്നത് അവിടുത്തെ കീഴ്വഴക്കമായിരുന്നു. ആർക്ക് വേണമെങ്കിലും അനാഥ ശിശുക്കളെ എടുത്തു കൊണ്ടുപോയി വളർത്താം. ഉയർപ്പ് കാലത്തെ ഒന്നാമത്തെ ഞായറാഴ്ചയായ അന്ന് പള്ളിയിൽ ആരാധനയ്ക്ക് വന്നവരുടെ ശ്രദ്ധ മരത്തൊട്ടിലിൽ കിടന്നിരുന്ന ശിശു പിടിച്ചുപറ്റി. കുഞ്ഞിൻ്റെ ആകൃതി വിരൂപമായ ഒരു കുരങ്ങിൻ്റേതായിരുന്നു. കൊച്ചു കുഞ്ഞ് എന്ന് വിളിക്കുന്നതിനേക്കാൾ കൊച്ചു രാക്ഷസൻ എന്ന് പറയുന്നതായിരിക്കും ഭേദം. തികച്ചും വിരൂപവും വികൃതവുമായ തലയിൽ ചെമ്പിച്ച തലമുടി കാട് പിടിച്ചിട്ടുണ്ട്. ഒരു കണ്ണും വായും പല്ലുകളുമുണ്ട്. ചാക്കിൽ പൊതിഞ്ഞു കിടത്തിയിരുന്ന കുഞ്ഞ് കണ്ണീരൊലിപ്പിച്ച് കരഞ്ഞുകൊണ്ടിരുന്നെങ്കിലും ആർക്കും അതിനോട് കനിവ് തോന്നിയില്ല. മരത്തൊട്ടിലിന് ചുറ്റും ജനക്കൂട്ടം വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. ആൾക്കാർ കൊച്ചു പിശാചെന്നും വിചിത്ര ജന്തുവെന്നും കുഞ്ഞിനെ വിശേഷിപ്പിച്ചു. ആൾക്കൂട്ടത്തിലുണ്ടായിരുന്ന കോടതിയിലെ ഹെഡ് ക്ലാർക്ക് അഭിപ്രായപ്പെട്ടു, കൊച്ചു പിശാചിനെ മരത്തൊട്ടി പലകയിൽ കിടത്തുന്നതിന് പകരം കത്തുന്ന ചുള്ളിക്ക് മീതെ കിടത്തുകയായിരിക്കും ഭേദം. അത് കേട്ടു നിന്നിരുന്നൊരു വൃദ്ധ അയാളുടെ അഭിപ്രായത്തോട് യോജിച്ചു. അതെ, എളുപ്പം തീ പിടിക്കുന്ന നല്ല പോലെ ഉണങ്ങിയ ചുള്ളികളുടെ മീതെ. ഒരു ചെറുപ്പക്കാരൻ പുരോഹിതൻ ആളുകളുടെ അഭിപ്രായ പ്രകടനങ്ങൾ കേട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ഗൗരവം നേളിക്കുന്ന മുഖഭാവവും വിസ്താരമേറിയ നെറ്റിയും തുളച്ചു കയറുന്ന ദൃഷ്ടിയുമുള്ള പുരോഹിതൻ ആളുകളെ ഇരുവശത്തേക്കും തള്ളിമാറ്റി കുഞ്ഞിനെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. പെട്ടെന്ന് കുഞ്ഞിനെ എടുത്തുകൊണ്ട് അദ്ദേഹം പ്രഖ്യാപിച്ചു, ഞാൻ ഈ കുഞ്ഞിനെ ദത്തെടുത്തിരിക്കുന്നു. അല്പം വൈകിപ്പോയിരുന്നെങ്കിൽ ആളുകൾ കുഞ്ഞിനെ ചുട്ട് ചാമ്പലാക്കിയേനെ. അദ്ദേഹം കുഞ്ഞിനെ തൻ്റെ പൗരോഹിത്യ വസ്ത്രത്തിൽ പൊതിഞ്ഞെടുത്തുകൊണ്ട് പോവുകയും ചെയ്തു. പള്ളിയിൽ നിന്നും സന്യാസി മഠത്തിലേക്ക് പോയ അദ്ദേഹം ദൃഷ്ടിയിൽ നിന്നും മറയുന്നതുവരെ അവിടെ കൂടിയിരുന്നവർ ഭയത്തോടെ അദ്ദേഹത്തിൻ്റെ പിന്നാലെ ദൃഷ്ടി പായിച്ചുകൊണ്ട് നിന്നു. കോടതിയിലെ ഹെഡ് ക്ലാർക്ക് അടുത്തു നിന്നിരുന്ന ഒരു സ്ത്രീയോട് പറഞ്ഞു, ചെറുപ്പക്കാരൻ പുരോഹിതൻ ക്ലോത്ത് ഫ്രോളോ ഒരു ദുർമന്ത്രവാദിയാണ്. ഒരു തരത്തിലും ക്ലോത്ത് ഫ്രോളോയെ സാധാരണക്കാരൻ എന്ന് പറയാൻ ആർക്കും കഴിയില്ല. അത്രയ്ക്ക് ദുരൂഹവും വിചിത്രവുമായ വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു അദ്ദേഹം. അദ്ദേഹം കൊച്ചു കുട്ടിയായിരിക്കുമ്പോൾ തന്നെ മാതാപിതാക്കന്മാർ പുത്രനെ പള്ളിക്ക് ഒഴിഞ്ഞുവെച്ചു. 16 വയസ്സ് തികയുന്നതിന് മുമ്പേ ക്രിസ്തുമത ശാസ്ത്രത്തിൽ ഗാഢമായ അറിവ് നേടിക്കഴിഞ്ഞിരുന്നു. കൂടാതെ
ചികിത്സാശാസ്ത്രത്തിലും സസ്യശാസ്ത്രത്തിലും രാസായന വിദ്യയിലും അദ്ദേഹം അപാര പണ്ഡിതനായി. വേണമെങ്കിൽ അദ്ദേഹത്തിന് ഒരു ഡോക്ടറാകാൻ കഴിയുമായിരുന്നു. പക്ഷേ ജ്ഞാനതൃഷ്ണ ലത്തീൻ, ഗ്രീക്ക്, ഹീബ്രു എന്നീ ഭാഷകളിൽ അഗാധമായ അറിവ് നേടാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചു. 1466 വേനൽക്കാലത്താണ് ഫ്രാൻസിനെ പ്ലേഗ് രോഗം ഗ്രസിച്ചത്. പാരീസിലെ വൈക്കോണ്ടിയിൽ മാത്രം 40,000 ജനങ്ങളെയെങ്കിലും സാംക്രമിക രോഗം കൊന്നൊടുക്കി. ക്ലോത്ത് ഫ്രോളോയുടെ മാതാപിതാക്കളും രോഗം ബാധിച്ച് മരിച്ചു. കുടുംബത്തിൽ അദ്ദേഹവും കൊച്ചനുജനും മാത്രം രക്ഷപ്പെട്ടു. മുല കുടിക്കുന്ന പ്രായം മാത്രമുണ്ടായിരുന്ന കൊച്ചനുജനെ വളർത്തേണ്ട ഭാരം അങ്ങനെ ജ്യേഷ്ഠ സഹോദരൻ്റെ ചുമലിലായി. ദോം ക്ലോത്ത് ഫ്രോളോയുടെ 20ാമത്തെ വയസ്സിലാണ് പുരോഹിതനായി വാഴിക്കപ്പെട്ടത്. അദ്ദേഹം പുരോഹിതനായി തീർന്നത് മാർപ്പാപ്പയുടെ ഒരു പ്രത്യേക നിയമനം മുഖേനയാണ്. അഗാധ പണ്ഡിതനായ അദ്ദേഹത്തോട് എല്ലാവർക്കും മതിപ്പുണ്ടായിരുന്നു. എന്നാൽ ചിലർ അദ്ദേഹം ആർജിച്ച വിജ്ഞാന സമ്പത്തിനെ മാന്ത്രിക സിദ്ധിക്കായി കരുതിപ്പോന്നു. ക്ലോത്ത് ഫ്രോളോ ദത്തെടുത്ത കുഞ്ഞിന് കോസിമോദോ എന്ന് പേരിട്ടു. 1482 ആയപ്പോഴേക്കും ക്ലോത്ത് ഫ്രോളോയുടെ വളർത്തുപുത്രൻ വളർന്നു കഴിഞ്ഞിരുന്നു. അദ്ദേഹത്തിൻ്റെ ഔദാര്യം കൊണ്ട് പല വർഷങ്ങളായി അവൻ നോത്രദാം ഭദ്രാസന പള്ളിയിലെ മണിയടിപ്പുകാരനാണ്. അച്ഛനമ്മമാർ ആരാണെന്ന് അറിഞ്ഞുകൂടാത്തതിനാലും വൈരൂപ്യത്താലും സമൂഹത്തിൽ യാതൊരു സ്ഥാനവുമില്ലാത്ത അവന് ഒറ്റപ്പെട്ട് കഴിയേണ്ടി വന്നു. പള്ളിയിലെ മതിൽക്കെട്ടുകളായിരുന്നു അവൻ്റെ ലോകത്തിലെ അതിർവരമ്പുകൾ. മതിൽക്കെട്ടുകൾക്ക് പുറത്ത് അവൻ ഇറങ്ങാറില്ല. അവൻ നോത്രദാം പള്ളിയുമായി അത്രമാത്രം അടുപ്പം പ്രാപിച്ചു കഴിഞ്ഞിരുന്നു. പള്ളി ഗോപുരത്തിൻ്റെ ചുമരുകളിൽ കൂടി അവൻ പല്ലിയെപ്പോലെ ഇഴഞ്ഞിറങ്ങുന്നത് പലർക്കും ഒരു പതിവ് കാഴ്ചയാണ്. ചിലപ്പോൾ അവൻ കുരങ്ങിനെ പോലെ മേൽക്കൂരയ്ക്ക് മുകളിൽ തുള്ളിച്ചടി നടക്കാറുണ്ട്. കാട്ടാടിനെ പോലെ അവൻ പള്ളി വളപ്പിലാകെ ഓടി നടക്കുകയും ചെയ്യും. വളരെ പണിപ്പെട്ടാണ് ക്ലോത്ത് ഫ്രോളോ അവനെ സംസാരിപ്പിക്കാൻ പഠിപ്പിച്ചത്. എന്നാൽ നിർഭാഗ്യവാനായ ആ കുട്ടിക്ക് ഒരു ദുർവിധി കൂടി നേരിട്ടു. 14ാമത്തെ വയസ്സിൽ നോത്രദാമിലെ പള്ളിമണികൾ അടിക്കുന്ന ജോലിയിൽ ഏർപ്പെട്ട അവൻ തുടരെയുള്ള മണിമുഴക്കം കേട്ടുകൊണ്ട് ചെവിക്കല്ല് തകർന്ന് ചെകിടനായി തീർന്നു. ലോകത്തിനും അവനുമിടയ്ക്ക് പ്രകൃതി തുറന്നിട്ടിരുന്ന വാതിലും എന്നേക്കുമായി അടഞ്ഞതിനാൽ അവൻ്റെ ആത്മാവ് ആഴമേറിയ ഇരുട്ടിലാണ്ടു. അവൻ വിഷാദമൂകനായി എപ്പോഴും കാണപ്പെട്ടു. ആളുകളുടെ പരിഹാസ ശരങ്ങൾ ഭയന്ന് മൗനം ദീക്ഷിക്കും. ഒറ്റയ്ക്കിരിക്കുമ്പോൾ മാത്രം എന്തെങ്കിലും പിറുപിറുക്കും. പള്ളിയിലെ പ്രതിമകൾ ഒരിക്കലും അവനെ കളിയാക്കിയിരുന്നില്ല. അതുകൊണ്ട് അവയെല്ലാം അവൻ്റെ മിത്രങ്ങളായി തീർന്നു. രാക്ഷസന്മാരുടെ പ്രതിമകൾ പോലും അവനിഷ്ടമാണ്. അവയ്ക്ക് തൻ്റെ രൂപവുമായി സാദൃശ്യമുള്ളതാണ് അതിന് കാരണം. അവൻ പലപ്പോഴും അവയുടെ മുമ്പിലിരുന്ന് മറ്റുള്ളവർക്ക് അജ്ഞാതമായ ഭാഷയിൽ സംസാരിച്ചുകൊണ്ടിരിക്കും. നോത്രദാം പള്ളിയിലെ സകല മണികളെയും അവൻ അതിരറ്റ് സ്നേഹിച്ചിരുന്നു. അവൻ്റെ ഉറഞ്ഞുപോയ ആത്മാവിന് പള്ളിമണികളാണ് ജീവൻ പകർന്നിരുന്നത്. അവൻ അവയെ തലോടുന്നതും അവയോട് സുഹൃത്തുക്കളോടെന്ന പോലെ സംസാരിക്കുന്നതും പലരും കണ്ടിട്ടുണ്ട്. ഉത്സവകാലങ്ങളിൽ വലിയ മണികൾ അടിക്കുന്ന ദിവസങ്ങളിൽ അവൻ്റെ ആഹ്ലാദം അതിരറ്റതായിരുന്നു. അവൻ തൻ്റെ ശരീരത്തിൻ്റെ കനവും കരുത്തും മുഴുവൻ ഉപയോഗിച്ച് മണിനാദത്തിൻ്റെ മുഴക്കത്തെ ഗംഭീരമാക്കാൻ ശ്രമിക്കുമ്പോൾ ഗോപുരം തന്നെ കുലുങ്ങുകയാണോ എന്ന് തോന്നിപ്പോകും. അന്നേരം അവൻ നിലവിളിക്കും, പല്ലിറുമും. അവൻ്റെ ചെമ്പിച്ച തലമുടി എഴുന്നു നിൽക്കും. അവൻ്റെ മാറിടം ഉല പോലെ പൊങ്ങുകയും വീർക്കുകയും ചെയ്യും. അവൻ്റെ കണ്ണുകളാകട്ടെ തീജ്വാല പരത്തും. അങ്ങനെ ആ അസാധാരണ ജീവിയുടെ സാന്നിധ്യം കൊണ്ട് ആ വലിയ പള്ളിക്ക് മുഴുവൻ നവചൈതന്യം കിട്ടുകയും ചെയ്യും. അന്ധവിശ്വാസികളായ ആളുകൾ അവനിലേതോ അത്ഭുത ശക്തി കുടികൊണ്ടിരുന്നു എന്ന് വിശ്വസിച്ചു. കോസിമോദോ ഒരൊറ്റ മനുഷ്യജീവിയെ മാത്രമേ സ്നേഹിച്ചിരുന്നുള്ളൂ. അത് അവനോട് അനുകമ്പ കാട്ടുകയും അവനെ തീറ്റിപ്പോറ്റി വളർത്തുകയും ചെയ്ത ക്ലോത്ത് ഫ്രോളോ ആയിരുന്നു. കുട്ടിക്കാലത്ത് തെരുവ് പിള്ളേർ അവനെ ശല്യപ്പെടുത്തുമ്പോഴും പട്ടികൾ കുരച്ചുകൊണ്ട് അവൻ്റെ നേർക്ക് ചാടി വീഴുമ്പോഴും
അവൻ തൻ്റെ വളർത്തച്ഛൻ്റെ കാൽക്കലാണ് അഭയം തേടിയിരുന്നത്. അദ്ദേഹത്തിന് കോസിമോദോ ഏറ്റവും അനുസരണയുള്ളവനായിരുന്നു. ചുരുക്കത്തിൽ അവന് അടുപ്പമുള്ള 2 വസ്തുക്കളെ ലോകത്തുണ്ടായിരുന്നുള്ളൂ. ഒന്ന് നോത്രദാം പള്ളിയും 2 ക്ലോത്ത് ഫ്രോളോയും. 1482 കോസിമോദോയ്ക്ക് വയസ്സ് 20 തികഞ്ഞു. പുരോഹിതന് വയസ്സ് ഏകദേശം 36 അപ്പോഴേക്കും ഷോസായിലെ ആർച്ച് ഡീക്കൻ ആയിക്കഴിഞ്ഞിരുന്ന അദ്ദേഹത്തിൻ്റെ കീഴിൽ ഒരു 174 ഇടവക പുരോഹിതന്മാരുണ്ടായിരുന്നു. അതിനിടയിലും അദ്ദേഹം ശാസ്ത്രത്തിലും അനുജൻ്റെ വിദ്യാഭ്യാസത്തിലും സമയം കണ്ടെത്തി. ഷെഹാനെപ്പറ്റി വളരെയധികം ശുഭപ്രതീക്ഷകളാണ് അദ്ദേഹം മനസ്സിൽ വെച്ച് പുലർത്തിയിരുന്നത്. പക്ഷേ അയാൾ അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രതീക്ഷകളെയും തകർത്തുകൊണ്ടിരുന്നു. അയാൾ മദ്യപാനിയും അസന്മാർഗീയമാണെന്ന് ക്ലോത്ത് ഫ്രോളോ അറിയാനിടയായി. അത് അദ്ദേഹത്തിന് സഹിക്കാനാവാത്ത മനോവിഷമം ഉളവാക്കി. ആർച്ച് ഡീക്കൻ ഒഴിവു സമയം മുഴുവൻ രസതന്ത്ര പരീക്ഷണങ്ങൾക്ക് വേണ്ടി ചെലവിട്ടു. പള്ളിയുടെ ഗോപുരമുകളിലുള്ള ഒരു ഒഴിഞ്ഞ കോണിൽ പ്രത്യേകം തയ്യാറാക്കിയിരുന്ന ഒരറയായിരുന്നു അദ്ദേഹത്തിൻ്റെ പരീക്ഷണശാല. പ്രസ്തുത അറയിൽ എന്ത് നടക്കുന്നുവെന്ന് ആർക്കും അറിയാൻ കഴിഞ്ഞിരുന്നില്ല. ഗോപുരത്തിൻ്റെ പിൻവാതിലൂടെ കടും ചുമപ്പ് നിറമുള്ള വെളിച്ചം രാത്രികാലത്ത് പലരും കാണാനിടയായിട്ടുണ്ട്. അത് വിളക്കിൻ്റെയോ മെഴുകുതിരിയുടെയോ അല്ലെന്ന് എല്ലാവർക്കും അറിയാം. കൃത്യസമയത്ത് ഇടവിട്ട് പ്രത്യക്ഷപ്പെടുകയും മറയുകയും ചെയ്തിരുന്ന പ്രകാശം പലരുടെയും ചിന്താവിഷയമായി തീർന്നു. ഇരുട്ടത്ത് പ്രത്യക്ഷപ്പെടാറുള്ള അസാധാരണ വെളിച്ചം പലരെയും കിടിലം കൊള്ളിച്ചിട്ടുണ്ട്. അന്നേരം വീട്ടമ്മമാർ പറയും, അതാ നോക്കൂ, ആർച്ച് ഡീക്കൻ അദ്ദേഹത്തിൻ്റെ അറയിൽ വീണ്ടും തീജ്വാല ആളിക്കുന്നു. അവിടെ ഇപ്പോൾ നരകം വാപ്പിളർക്കുകയായിരിക്കും. പലരും കോസിമോദോയെ ഒരു പിശാചായും ക്ലോത്ത് ഫ്രോളോയെ അവനെ അടിമയാക്കിയ മന്ത്രവാദിയായും കരുതിയിരുന്നു. എന്തുകൊണ്ട് ആർച്ച് ഡീക്കന് കഷണ്ടി ബാധിച്ചു? എന്തിനാണ് അദ്ദേഹം എപ്പോഴും നെടുവീർപ്പെടുന്നത്? അദ്ദേഹത്തിൻ്റെ തലയിൽ ശേഷിച്ചിട്ടുള്ള രോമങ്ങൾ നരയ്ക്കാനുള്ള കാരണമെന്ത്? ഈ വിധത്തിലുള്ള 100 വിഷയങ്ങൾ ജനങ്ങളുടെ ചിന്തയ്ക്കും ഉത്കണ്ഠയ്ക്കും കാരണമായി. പലരും അകാരണമായി അദ്ദേഹത്തെ ഭയപ്പെട്ടിരുന്നു. പക്ഷേ ആർച്ച് ഡീക്കനാകട്ടെ ഈജിപ്തുകാരെയും ജിപ്സികളെയും ഭയപ്പെട്ടിരുന്നു. ജിപ്സികൾ പൊതുസ്ഥലങ്ങളിൽ നൃത്തം ചെയ്യുന്നതും പ്രകടനം നടത്തുന്നതും നിരോധിച്ചുകൊണ്ടുള്ള ഉത്തരവ് ഉണ്ടാക്കാൻ അദ്ദേഹം ബിഷപ്പിനോട് അഭ്യർത്ഥിച്ചത് അതുകൊണ്ട് തന്നെയാണ്. ജില്ലാ കോടതിയിലെ ചരിവ് മച്ചിട്ട പൊക്കം കുറഞ്ഞ ഹാളിനുള്ളിലും മുൻവശത്തും കോടതി വളപ്പിലും ആളുകൾ ഉത്കണ്ഠയോടെ വിചാരണ ആരംഭിക്കുന്ന നിമിഷങ്ങൾ എണ്ണിക്കൊണ്ടിരുന്നു. നീതിപീഠത്തിന് താഴെയിരുന്ന ഗുമസ്തൻ ശ്രമപ്പെട്ട് എന്തൊക്കെയോ കുത്തിക്കുറിക്കുകയായിരുന്നു. വാതിലിൻ്റെയും മേശയുടെയും മുന്നിൽ വെള്ളക്കുരിശുകൾ വരച്ച കടും ചുവപ്പ് നിറത്തിലുള്ള ഉടുപ്പുകൾ ധരിച്ച ഒരു സംഘം ഭടന്മാർ ജാഗരൂകരായി നിലയുറപ്പിച്ചിരുന്നു. സാധാരണഗതിയിൽ വാതിലിൻ്റെ മുന്നിൽ 2 സാർജന്റുമാർ മാത്രം കാട്ടു നിൽക്കും. പ്രത്യേക ഏർപ്പാടുകൾ ഭരണകൂടം ഇന്നത്തെ വിചാരണയ്ക്ക് ഏർപ്പാടാക്കിയിട്ടുണ്ട്. അത് പതിവിൽ കവിഞ്ഞ പ്രാധാന്യം നൽകി എന്നതിന് തെളിവായിരുന്നു. ഹാളിലാകെ ശ്രദ്ധാപൂർവം നോക്കിയതിനു ശേഷം ഉപന്യായാധിപൻ മാസ്റ്റർ ഫ്ലോറിയൻ പുള്ളിയെ ഹാജരാക്കാൻ ഉത്തരവിട്ടു. സന്ദർശകർക്കിടയിൽ ആർച്ച് ഡീക്കൻ്റെ അനുജൻ ഷെഹാൻ ഫ്രോളോയും ഉണ്ടായിരുന്നു. പ്രൊഫസർമാരുടെ കസാരകളുടെ മുന്നിലൊഴികെ പാരീസിലെവിടെയും ഷെഹാനെ കാണാം. അയാൾ തൻ്റെ കൂട്ടുകാരനോട് പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു, റോബിൻ, അതാ നോക്ക്, വിഡ്ഢി പാപ്പ നമ്മുടെ കപ്പിയാരെ. കയറുകൊണ്ട് വരിഞ്ഞുകെട്ടി കൈക്ക് വിലങ്ങിട്ട കോസിമോദോയെ ഭടന്മാർ കോടതി മുറിയിലേക്ക് കൊണ്ടുവന്നു. അവർ അവനോട് പ്രതിക്കൂട്ടിൽ കയറി നിൽക്കാൻ ആവശ്യപ്പെട്ടു. ദുഃഖിതനും ശാന്തനുമായി കാണപ്പെട്ട കോസിമോദോ ഒരക്ഷരമിണ്ടാതെ തന്നെ ബന്ധിച്ചിരുന്ന കെട്ടുകളിലേക്ക് ഇടയ്ക്കിടെ നോക്കിക്കൊണ്ട് പ്രതിക്കൂട്ടിലേക്ക് കയറി നിന്നു. ആ സമയത്ത് ഗുമസ്തൻ നേരത്തെ ഏൽപ്പിച്ച ഒരു കടലാസ് ഉപന്യായാധിപൻ വായിച്ചുകൊണ്ടിരുന്നു. വിചാരണ തുടങ്ങുന്നതിന് മുമ്പ് ഒരു മുൻകരുതൽ എന്ന നിലയിൽ അദ്ദേഹം കുറ്റവാളിയുടെ പേര്, നില, ചെയ്ത കുറ്റം
എന്നിവ മനസ്സിലാക്കി വെച്ചിരിക്കും. തൻ്റെ വൈകല്യം വെളിപ്പെടുത്താതിരിക്കാൻ അത് സഹായകമായി തീർന്നു. കോടതിയിൽ അദ്ദേഹത്തിൻ്റെ പരസ്പര ബന്ധമില്ലാത്ത പ്രസ്താവനകൾ കേൾക്കുന്നവർ അവയൊക്കെ അദ്ദേഹത്തിൻ്റെ അപാരമായ കഴിവിൻ്റെയും ബുദ്ധിയുടെയും ഫലമാണെന്ന് കരുതിപ്പോന്നു. അല്പമൊന്ന് ഉറക്കെ പറയണമെന്നേ ഉള്ളൂ. അല്ലാതെ കേൾവിക്ക് കാര്യമായ തകരാറ് ഒന്നുമില്ലെന്ന് ശ്രോതാക്കളെ വിശ്വസിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. അല്പനേരം ആലോചനയിൽ മുഴുകിയിരുന്ന ശേഷം തല പുറകോട്ട് ചായ്ച്ച് കണ്ണുകൾ പകുതി അടച്ച് ഒരു നീതിമാന്റെ ഭാവം നടിച്ച് അദ്ദേഹം പ്രതിയോട് ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. നിന്റെ പേര്? കോസിമോദോ മിണ്ടാതെ നിന്നു. അദ്ദേഹത്തിന് പ്രതി ചെകിടനാണെന്ന് അറിയാൻ പാടില്ലായിരുന്നു. അവൻ ഉത്തരം പറഞ്ഞിരിക്കുമെന്ന് കരുതി യാന്ത്രികമായി അദ്ദേഹം അടുത്ത പതിവ് ചോദ്യത്തിലേക്ക് കടന്നു. നിന്റെ തൊഴിൽ? കോസിമോദോ അദ്ദേഹത്തിൻ്റെ നേർക്ക് നോക്കി നിൽക്കുകയല്ലാതെ മിണ്ടാൻ പോയില്ല. വിചിത്രമായ രംഗത്തിന് സാക്ഷ്യം വഹിച്ച ആളുകൾ ഊറിച്ചിരിച്ചുകൊണ്ട് പരസ്പരം നോക്കി പിറുപിറുത്തു. രണ്ടാമത്തെ ചോദ്യത്തിന് ഉത്തരം നൽകിക്കഴിഞ്ഞുവെന്ന ധാരണയോടെ അദ്ദേഹം തുടർന്നു. നിന്റെ പേരിൽ താഴെ പറയുന്ന കുറ്റങ്ങളാണ് ആരോപിച്ചിട്ടുള്ളത്. രാത്രിയിൽ ബഹളമുണ്ടാക്കിയതാണ് ഒന്നാമത്തെ കുറ്റം. ഒരു വേശ്യയെ ആക്രമിക്കുകയും നഗരത്തിൻ്റെ പൊതുസമാധാനത്തിന് ഭംഗം വരുത്തുന്നതുമാണ് രണ്ടാമത്തെ കുറ്റം. മൂന്നാമതായി, നീ ചക്രവർത്തി തിരുമനസിൻ്റെ കാവൽ സൈന്യത്തെ എതിർക്കുകയും ചെയ്തു. ഈ ആരോപണങ്ങളെ സംബന്ധിച്ച് നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? അനന്തരം അദ്ദേഹം തൻ്റെ ഗുമസ്തനോട് ചോദിച്ചു. ഇതുവരെ പ്രതി പറഞ്ഞ ഉത്തരങ്ങളെല്ലാം രേഖപ്പെടുത്തി കഴിഞ്ഞോ? ചോദ്യം കേട്ടപാടെ ഗുമസ്തനും ശ്രോതാക്കളും ഉറക്കെ ചിരിച്ചുപോയി. രണ്ട് ചെകിടന്മാർക്കും ഗൗനിക്കാതിരിക്കാൻ നിർവാഹമില്ലാത്ത അത്ര ശക്തിയിലും ഉച്ചത്തിലുമായിരുന്നു അവരുടെ ചിരി. കോസിമോദോ തൻ്റെ കൂനൊന്ന് വെട്ടിച്ച് വെറുപ്പ് വെളിവാക്കി. ആളുകൾ പൊട്ടിച്ചിരിക്കുന്നതും കോസിമോദോ തോള് വെട്ടിക്കുന്നതും കണ്ട് അവൻ കോടതിയെ അപമാനിക്കത്തക്ക രീതിയിൽ എന്തെങ്കിലും പറഞ്ഞു കാണുമെന്ന് തെറ്റിദ്ധരിച്ച അദ്ദേഹം ആമർഷത്തോടെ ഇങ്ങനെ പറഞ്ഞു. നീ ആരോടാണ് സംസാരിക്കുന്നതെന്ന് അറിയാമോ? ഇപ്പോൾ നീ പറഞ്ഞ മറുപടിക്ക് നിന്റെ കഴുത്തിൽ കയറ് വീഴേണ്ടതാണ്. അത് കേട്ട് പിന്നെയും പൊട്ടിച്ചിരികൾ ഉയർന്നു. പെട്ടെന്ന് വാതിൽ തുറന്ന് മുഖ്യ ന്യായാധിപൻ കടന്നു വന്നതുകൊണ്ട് വീണ്ടും കോടതിയാകെ നിശബ്ദതയിലാണ്ടു. അദ്ദേഹം തൻ്റെ ഇരിപ്പിടത്തിൽ ഇരുന്നു കഴിഞ്ഞപ്പോൾ ഉപന്യായാധിപൻ അദ്ദേഹത്തോട് പറഞ്ഞു. ഈ നിൽക്കുന്ന പുള്ളി കോടതിയെ അപമാനിച്ചു. കോർട്ടലക്ഷ്യ കുറ്റത്തിന് അവിടത്തേക്ക് യുക്തമെന്ന് തോന്നുന്ന ശിക്ഷ വിധിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. മുഖ്യ ന്യായാധിപൻ കോസിമോദോയുടെ നേർക്ക് തിരിഞ്ഞ് കർക്കശമായി ചോദിച്ചു. നിന്നെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് എന്തു കുറ്റം ചെയ്തതിനാണ്? തൻ്റെ പേര് ചോദിക്കുകയാണെന്ന് വിചാരിച്ച് കോസിമോദോ പറഞ്ഞു. കോസിമോദോ ചോദ്യവും ഉത്തരവും പൊരുത്തപ്പെടാത്തതിനാൽ പിന്നെയും ഹാളിൽ ചിരിയായി. നീ തെമ്മാടിയാണ്, നീ എന്നെ കളിയാക്കുന്നുവല്ലേ? അദ്ദേഹം അവനോട് കയർത്തു. തൻ്റെ തൊഴിൽ എന്താണെന്ന് ചോദിക്കുകയാണെന്ന് കോസിമോദോ കരുതി. അവൻ ഇങ്ങനെ പറഞ്ഞു. നോത്രദാമിലെ പള്ളിമണികൾ അടിക്കുന്നത് ഞാൻ തന്നെയാണ്. ഈ മറുപടി കേട്ട് കോപിച്ചുകൊണ്ട് അദ്ദേഹം അലറി. എടാ തെമ്മാടി, മണിയടി നിന്റെ മുതുകത്ത് ഞാൻ നടത്തിച്ചേക്കാം. ധിക്കാരിയായി നിനക്ക് തക്ക ശിക്ഷ തന്നെ കിട്ടും. തൻ്റെ പ്രായത്തെപ്പറ്റി ചോദിക്കുകയാണെന്ന് കരുതിയ കോസിമോദോ പറഞ്ഞു. വരുന്ന നവംബർ മാസം 11-ാം തീയതി എനിക്ക് 20 വയസ്സ് തികയും. അദ്ദേഹത്തിൻ്റെ ക്ഷമ മുഴുവൻ നശിച്ചു. വിധി പറയാൻ അദ്ദേഹത്തിന് സമയം വേണ്ടി വന്നില്ല. കോപത്തോടെ അദ്ദേഹം പ്രഖ്യാപിച്ചു. ഇവനെ ഗ്രവിലെ മർദ്ദനക്കൂട്ടിൽ കയറ്റി നിർത്തി ചാട്ട കൊണ്ടടിക്കണം. അതിനുശേഷം 1 മണിക്കൂർ നേരത്തേക്ക് ചക്രത്തിലിട്ട് കറക്കുകയും വേണം. നമ്മുടെ ഈ വിധി പാരീസ് വൈക്കൊണ്ടിയിലെ ഏത് കോട്ട അതിർത്തിക്കകത്തും തമ്പേറിടിച്ച് വിളംബരം ചെയ്യണമെന്നാണ് നാം ആഗ്രഹിക്കുന്നത്. വിധി കേട്ട് ഷെഹാൻ ഫ്രോളോയും അയാളുടെ കൂട്ടുകാരനും രഹസ്യമായി ചിരിച്ചു. അപ്പോൾ കോസിമോദോയുടെ മുഖത്ത് പ്രശാന്തമായ ഉദാസീനത കളിയാടി. പ്ലാസ് ദ ഗ്രേവിലെ റോളൻസ് ടവർ
3 ശതാബ്ദങ്ങളായി പ്രസിദ്ധിയാർജിച്ചിട്ടുള്ളതാണ്. റോളൻസ് ട്രവർലെ പ്രഭി കുരിശി യുദ്ധത്തിൽ വീരചർമ്മം പ്രാപിച്ച പിതാവിനോടുള്ള അളവറ്റ സ്നേഹം കാരണം സ്വന്തം മാളികയുടെ ഭിത്തി ഭേദിച്ച് ടവർ പണിയുകയും മാളികയുടെ നിലവറക്കുഴിയിലല്ലാതെ മറ്റൊന്നും സ്വന്തമാക്കാതെ ബാക്കിയെല്ലാം പാവങ്ങൾക്കും ദൈവത്തിനുമായി നൽകുകയും ചെയ്തു. ശീതകാലത്തും വേനൽക്കാലത്തും അവർ അവിടെ തന്നെ കഴിച്ചുകൂട്ടി. നീണ്ട 20 വർഷക്കാലം അറയിൽ നിന്നും പുറത്തു പോകാതെ പ്രാർത്ഥനാനിരതമായ ജീവിതം നയിച്ചു. കറുത്ത ചാക്കുതുണി കൊണ്ടാണ് അവർ വസ്ത്രധാരണം നിർവഹിച്ചത്. ഒരു കല്ല് പോലും തലയണയാക്കാതെ അവർ ചാരത്തിനു മീതെ കിടന്നുറങ്ങി. അവരോട് അലിവ് തോന്നി ആരെങ്കിലും ഇട്ടുകൊടുക്കുന്ന റൊട്ടിയും വെള്ളവും മാത്രം കഴിച്ച് അവർ മരണത്തെ കാത്തുകിടന്നു. മാളികയിലെ നിലവറ അവരെ സംബന്ധിച്ചിടത്തോളം തനിക്ക് വേണ്ടി താൻ തന്നെ നിർമ്മിച്ച ശവകുടീരമായിരുന്നു. പ്രഭി മരിക്കുന്നതിന് മുമ്പ് ഈ മുറി കന്യകമാർ, ഭാര്യമാർ, വിധവകൾ എന്നിവർക്ക് തങ്ങളുടെ അസാധാരണമായ പാപത്തിൻ്റെ പരിഹാരത്തിന് പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയും സ്വയം കുഴിച്ചു മൂടാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയും സംഭാവന ചെയ്യുകയുണ്ടായി. മധ്യകാലഘട്ടത്തിലെ മഹാനഗരങ്ങളിൽ ഇത്തരത്തിലുള്ള ശവകുടീരങ്ങൾ അപൂർവമല്ലായിരുന്നു. റോളൻസ് ടവർലെ പ്രഭുയുടെ മരണത്തിന് ശേഷം അനേകം സ്ത്രീകൾ പരിതപിക്കാനും ജീവിതം പ്രാർത്ഥനയ്ക്കായി ഒഴിഞ്ഞുവെക്കാനും വേണ്ടി അവിടെ വന്നിട്ടുണ്ട്. റോളൻസ് ടവറിൽ ഇപ്പോൾ പാർക്കുന്ന സന്യാസിനിയെ കാണാനുള്ള ആഗ്രഹത്തോടെ 2 സ്ത്രീകൾ പ്ലാസ്ത ഗ്രേവിലേക്ക് തിടുക്കത്തിൽ നടക്കുകയായിരുന്നു. വസ്ത്രധാരണ രീതിയിൽ നിന്ന് അവരിലൊരാൾ പാരീസുകാരിയാണെന്നും മറ്റൊരാൾ ഒരു ഗ്രാമീണ യുവതിയാണെന്നും മനസ്സിലാക്കാൻ കഴിയും. ഗ്രാമീണ യുവതി ഗ്രാമത്തിൽ നിന്ന് പാരീസ് കാണാൻ വന്ന സ്നേഹിതയാണ്. അവൾ ഒരു ബാലൻ്റെ കൈക്ക് പിടിച്ചിരുന്നു. 2 പേരും നാട്ടുവർത്തമാനങ്ങളും പറഞ്ഞുകൊണ്ട് നടക്കുകയായിരുന്നു. ഒരു തപ്പിൻ്റെ ശബ്ദം കേൾക്കുന്നു. എസ്മറാൾഡ അവളുടെ കോലാടിനെ കളിപ്പിക്കുകയായിരിക്കും. ഇന്നലെ നീ പല കാഴ്ചകളും കണ്ടതല്ലേ, ഇന്ന് ആ ഈജിപ്തുകാരിയെ കാണിച്ചു തരാം. ഇത് കേട്ട് ആ യുവതി പറഞ്ഞു, അവൾ എൻ്റെ കുഞ്ഞിനെ മോഷ്ടിച്ചു കൊണ്ടുപോകും, എനിക്ക് അവളെ കാണുകയേ വേണ്ട. പാരീസുകാരി പറഞ്ഞു, സിസ്റ്റർ ഗുദ്ദൂളും എപ്പോഴും പറയുന്നത് ഇതുതന്നെയാണ്. ആരാണ് ഈ സിസ്റ്റർ ഗുദ്ദൂൾ? സിസ്റ്റർ ഗുദ്ദൂളിന് വേണ്ടിയാണ് നാം ഇപ്പോൾ അപ്പം തയ്യാറാക്കി കൊണ്ടുപോകുന്നത്. അതോടെ റോളൻസ് ടവറിലെ സന്യാസിയായ സിസ്റ്റർ ഗുദ്ദൂളിനെ പറ്റിയുള്ള വിവരങ്ങൾ അറിയാൻ യുവതിക്ക് ആകാംക്ഷയുണ്ടായി. പാരീസുകാരി പറഞ്ഞു, അതൊരു നീണ്ട കഥയാണ്, എങ്കിലും ചുരുക്കി പറയാം. സിസ്റ്റർ ഗൂദുളിൻ്റെ കഥ അറിഞ്ഞുകൂടാത്തവരായി പാരീസിൽ ആരും തന്നെ ഉണ്ടാകില്ല. കഥ പറയുമ്പോൾ ഒരിടത്ത് നിൽക്കണമെന്നില്ല, നടന്നുകൊണ്ട് തന്നെ പറയാം. പാക്കത്ത് ലാ ഷാന്ത് ഫ്ലേറി എന്നാണ് അവരുടെ യഥാർത്ഥ പേര്. റോളൻസ് ടവറിലെ സന്യാസിനി എന്നാണ് അവർ അറിയപ്പെടുന്നത്. പാക്കത്ത് കൊച്ചു കുഞ്ഞായിരുന്നപ്പോൾ അവളുടെ പിതാവ് മരണമടഞ്ഞു. അതിനാൽ അവൾക്ക് അമ്മയേ ഉണ്ടായിരുന്നുള്ളൂ. അമ്മ മകളെ തയ്യൽ മാത്രം പഠിപ്പിച്ചു. നിത്യവൃത്തിക്ക് തന്നെ വല്ലാതെ ഞെരുങ്ങിയിരുന്നു. അനുദിനം ആ കൊച്ചു കുടുംബത്തിൻ്റെ നില വഷളായിക്കൊണ്ടിരുന്നു. തയ്യൽ പണിയിൽ നിന്ന് വളരെ തുച്ഛമായ ആദായമേ കിട്ടിയിരുന്നുള്ളൂ. പാക്കത്തിൻ്റെ അമ്മയുടെ അകാല മരണം അവളുടെ ജീവിതം ദുരിതപൂർണമാക്കി. അന്ന് പാക്കത്തിന് വയസ്സ് 18 ദാരിദ്ര്യം അവളെ വഴിപിഴപ്പിച്ചു. അവളൊരു പെൺകുഞ്ഞിനെ പ്രസവിച്ചു. പാപം ചെയ്ത് നേടിയിരുന്ന പണം കൊണ്ട് അവൾ കുഞ്ഞിനെ താലോലിച്ച് വളർത്തി. ആജേന എന്ന് കുഞ്ഞിന് പേരിട്ടു. പാരീസുകാരി ഒരു നിമിഷം എന്തോ ആലോചിച്ചുകൊണ്ട് ഒരു തേങ്ങലോടുകൂടി കഥ തുടർന്നു. ആയിടെ ജിപ്സികൾ പോളണ്ടിൽ നിന്നും ഈജിപ്തിലും പിന്നീട് അവിടെ നിന്ന് പാരീസിലും എത്തിച്ചേർന്നു. അവർ ചെയ്തിട്ടുള്ള ഏതോ ഒരു വലിയ തെറ്റിന് അവർക്ക് പോപ്പിൻ്റെ ശാപം കിട്ടിയിരുന്നു. അവർ കുഞ്ഞുങ്ങളെ മോഷ്ടിക്കുന്നവരാണെന്നും നരമാംസം ഭക്ഷിക്കുമെന്നും കിംവദന്തി നഗരത്തിലുടനീളം പരന്നു. എന്തായാലും പലരും ചെയ്തതുപോലെ പാക്കത്ത് ലായും കുഞ്ഞിൻ്റെ ഭാവിയെപ്പറ്റി അറിയാൻ വേണ്ടി
കുഞ്ഞിനെയും എടുത്ത് ജിപ്സികളുടെ താവളത്തിലെത്തി. ഒരു ജിപ്സി തള്ള പാക്കത്തിൻ്റെ കൈ നോക്കി ഫലം പറഞ്ഞു. നിങ്ങളുടെ മകളുടെ ഭാവി ജീവിതം ഐശ്വര്യപൂർണമായിരിക്കും. അവൾ സൗഭാഗ്യവതിയാണ്. പിറ്റേന്ന് പാക്കത്ത് കുഞ്ഞിനെ ഉറക്കി കിടത്തിയതിന് ശേഷം ജിപ്സിയുടെ പ്രവചനം അറിയിക്കാനായി അയൽപ്പക്കത്തേക്ക് പോയി. മടങ്ങി വന്നപ്പോൾ കുഞ്ഞിനെ കിടത്തിയിരുന്ന കിടക്കയിൽ കുഞ്ഞിനെ കണ്ടില്ല. യഥാസ്ഥാനത്ത് മെത്തയിൽ കുഞ്ഞിൻ്റെ ഒരു ചെരിപ്പ് മാത്രം കിടന്നിരുന്നു. ഒരു നെടുവീർപ്പിട്ടുകൊണ്ട് പാരീസുകാരി ഇടറിയ സ്വരത്തിൽ പറഞ്ഞു. പാക്കത്ത് മാറത്തടിച്ച് നിലവിളിച്ചുകൊണ്ട് പട്ടണത്തിലെ തെരുവുകൾ തോറും കുഞ്ഞിനെ തേടിയലഞ്ഞു. നിരാശയായി വീട്ടിൽ മടങ്ങിയെത്തിയപ്പോൾ മകളുടെ ചെരുപ്പ് കിടന്നിരുന്നതിന് അല്പം മാറി നിലത്ത് ഒരാൺകുട്ടി കിടക്കുന്നത് കണ്ടു. വികൃതമായ മുഖത്തോടുകൂടിയ ഒറ്റക്കണ്ണ് മാത്രമുള്ള ഒരു അസുരവിത്ത്. അത് മുട്ടിലിഴയാനുള്ള ശ്രമം നടത്തുകയായിരുന്നു. പാക്കത്ത് മകളുടെ ചെരുപ്പെടുത്ത് മാറോട് ചേർത്ത് ഉമ്മ വച്ചു. അവൾ കരഞ്ഞുകൊണ്ട് ഭ്രാന്തിയെപ്പോലെ ജിപ്സികളുടെ വാസസ്ഥലത്തേക്ക് ഓടിച്ചെന്നു. അവൾ ജിപ്സികളെ ശപിക്കുന്നുണ്ടായിരുന്നു. അവൾ അവിടെ എത്തുന്നതിന് മുമ്പ് ജിപ്സികൾ സ്ഥലം വിട്ടിരുന്നു. പിറ്റേന്ന് നഗരത്തിലെ ആൾത്തിരക്ക് കുറഞ്ഞൊരിടത്ത് ഒരു ചെറിയ ചാമ്പൽ കൊനയും അതിന് തൊട്ടടുത്ത് മകളുടെ ഉടുപ്പും രക്തത്തുള്ളികളുടെ പാടും ആട്ടിൻ കാഷ്ടവും കിടക്കുന്നത് പാക്കത്തിനോടൊപ്പം മറ്റു ചിലരും കാണാനിടയായി. പിന്നീട് കുറേ നാളത്തേക്ക് പാക്കത്തിനെ പറ്റി ആർക്കും ഒരു വിവരവുമില്ലായിരുന്നു. ദുഃഖവും ഉത്കണ്ഠയും ഇടകലർന്ന സ്വരത്തിൽ ഗ്രാമീണ സ്നേഹിത ആരാഞ്ഞു. ആ അസുരവിത്തിൻ്റെ കാര്യമെന്തായി? ആർച്ച് ഡീക്കൻ ക്ലോത്ത് ഫ്രോളോ അവനെ ദത്തെടുത്ത് നോത്രദാം പള്ളിയിലേക്ക് കൊണ്ടുപോയി. കഥ പറഞ്ഞും കഥ കേട്ടുകൊണ്ടും പോയിക്കൊണ്ടിരുന്ന രണ്ടുപേരും ദൂരം പിന്നിട്ടത് അറിഞ്ഞില്ല. അവർ ടവറിന് സമീപമെത്തി. സിസ്റ്റർ ഗൂദലിനെ ഒരു നോക്ക് കാണാനുള്ള വ്യഗ്രതയോടെ നിരത്തിൻ്റെ അരികിലുള്ള മുറിയിലെ തുറന്നു കിടന്ന ജനാലയിലൂടെ രണ്ട് സ്ത്രീകളും അകത്തേക്ക് നോക്കി. നിലവറയിൽ നിലത്ത് വിളർത്ത് വിളറി മെലിഞ്ഞ സിസ്റ്റർ ഗൂദൽ കൂനി ചടഞ്ഞിരിക്കുന്നത് കണ്ടു. കറുത്ത ചാക്കു തുണി കൊണ്ടുള്ള വേഷമാണ് അവർ ധരിച്ചിരുന്നത്. അസഹ്യമായ കൊടും തണുപ്പത്ത് പോലും നിലവറയ്ക്കുള്ളിൽ തീ കത്തിച്ചിരുന്നില്ല. നിലവറയാകട്ടെ സൂര്യപ്രകാശം കടക്കാത്തതും. കൊത്തിവച്ച പ്രതിമ കണക്കിയിരുന്ന അവരുടെ ചുണ്ടനങ്ങുന്നത് രണ്ടുപേരും ശ്രദ്ധിച്ചു. അപ്പോൾ ചൈതന്യം ചോർന്നു പോയ അവരുടെ കണ്ണുകളിൽ ദുഃഖവും വേദനയും നിഴലിച്ചിരുന്നു. പാരീസുകാരി സ്നേഹിതയോട് പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു, ഒച്ചയുണ്ടാക്കരുത്, അവർ പ്രാർത്ഥിക്കുകയാണ്. അല്പം കഴിഞ്ഞ് അവർ റോസ് നിറമുള്ളതും നല്ല ഭംഗിയുള്ളതുമായ ഒരു കുട്ടി ചെരുപ്പെടുത്ത് ഇടയ്ക്കിടെ നോക്കുന്നത് കണ്ട് കാര്യം മനസ്സിലാക്കിയ സ്ത്രീകളുടെ കണ്ണുകൾ ഈർന്നണിഞ്ഞു. പുറത്തു നിന്നുകൊണ്ട് രണ്ടുപേർ തന്നെ ശ്രദ്ധിക്കുന്നുവെന്ന കാര്യം സന്യാസിനി അറിഞ്ഞില്ല. സിസ്റ്റർ ഗുദ്ദൂൾ, സിസ്റ്റർ ഗുദ്ദൂൾ, രണ്ടുപേരും ഉറക്കെ വിളിച്ചു. അതിന് മറുപടി കിട്ടിയില്ല. അനേകം തവണ ഉറക്കെ വിളിച്ചിട്ടും ഒരനക്കവുമില്ല. ഇതിനിടെ കൂടെയുണ്ടായിരുന്ന കുട്ടി, അമ്മേ, എനിക്കും കാണണം എന്ന് ഉറക്കെ പറഞ്ഞു. കുഞ്ഞിൻ്റെ ശബ്ദം കേട്ട് ഞെട്ടി ഉണർന്ന സിസ്റ്റർ ഗുദ്ദൂൾ കുഞ്ഞിൻ്റെ നേരെ തുറിച്ചു നോക്കിയിട്ട് മുഖം പൊത്തിക്കൊണ്ട് പറഞ്ഞു, കുഞ്ഞിനെ ഇവിടെ നിന്നും എവിടേക്കെങ്കിലും കൊണ്ടുപോകൂ. ഈജിപ്തുകാർ ഇതിലെ പോകാനിടയുണ്ട്. സിസ്റ്റർ ഗുദ്ദൂളിൻ്റെ ദേഹമാകെ ആ സമയത്ത് തണുത്തു വിറയ്ക്കുന്നത് കണ്ട് ഒരു സ്ത്രീ പറഞ്ഞു, ശകലം വീഞ്ഞു തരട്ടെ. തൽക്ഷണം സിസ്റ്റർ ഗുദ്ദൂൾ പറഞ്ഞു, വേണ്ട, പച്ചവെള്ളം മതി. ഗ്രാമീണ സ്ത്രീ അവർക്ക് മൂടി പുതയ്ക്കാൻ കമ്പിളി പുതപ്പ് കൊടുക്കാൻ ഒരുമ്പെട്ടപ്പോൾ അവർ പറഞ്ഞു, ഞാനിത് ധരിക്കില്ല, ചാക്കുതുണി മതി. അല്പനേരം മിണ്ടാതിരുന്നിട്ട് പറഞ്ഞു, ഈയിടെ ആരും എന്നെ കാണാൻ വരാറില്ല. മുമ്പ് ആളുകൾ വരുമായിരുന്നു, എന്തെങ്കിലും തന്നിട്ട് പോകുമായിരുന്നു. തണുപ്പകറ്റാൻ തീ കൂട്ടിത്തരട്ടെ. അത് കേട്ട് സിസ്റ്റർ ഗുദ്ദൂൾ കരുണാർദ്രമായ സ്വരത്തിൽ പറഞ്ഞു, ആർക്കു വേണ്ടി തീ കൂട്ടണം? എൻ്റെ കുഞ്ഞ് കഴിഞ്ഞ 15 വർഷമായി
തണുത്ത് വിറങ്ങലിച്ച് മണ്ണിനടിയിൽ കിടക്കുന്നു. എനിക്ക് മാത്രം എന്തിനാണ് ഇനി തീ? പെട്ടെന്ന് അവരുടെ ശരീരം വിറച്ചു. മെലിഞ്ഞതും ശുഷ്കിച്ചതുമായ കൈ പൊക്കി സിസ്റ്റർ ഗുദ്ദൂൾ വിളിച്ചു പറഞ്ഞു, നിങ്ങളുടെ കുഞ്ഞിനെ ഇവിടെ നിന്ന് കൊണ്ടുപോകൂ. ആ ജിപ്സി പെണ്ണ് കുഞ്ഞിനെ മോഷ്ടിക്കാൻ ഇവിടെയും വരും. പിന്നീട് സിസ്റ്റർ ഗുദ്ദൂൾ നിലത്ത് തലയിട്ടടിച്ചു. അത് കണ്ട് രണ്ടുപേരും ഞെട്ടി പകച്ചു നിന്നുപോയി. കുറേ നേരം തല തല്ലിയതിനു ശേഷം അല്പസമയം അനങ്ങാതെ കിടന്നു. അവർ മരിച്ചു പോയതാണോ എന്ന് രണ്ടുപേരും സംശയിച്ചു നിൽക്കുന്നതിനിടയിൽ സന്യാസിനി എഴുന്നേറ്റ് അവരുടെ ഓമന പുത്രിയുടെ ചെരിപ്പെടുത്ത് ചുംബിക്കാൻ തുടങ്ങി. വീണ്ടും ചുമരിൽ തലയിട്ടടിക്കുന്ന ശബ്ദവും കരച്ചിലും കേട്ടു. പിന്നീട് അവർ എഴുന്നേറ്റ് ജനാലയിൽ കൂടി നാൽക്കവലയിലേക്ക് നോക്കി. ആവുന്നത്ര ഉറക്കെ വിളിച്ചു പറഞ്ഞു, എടി ജിപ്സി പെണ്ണെ, കുഞ്ഞുങ്ങളെ കക്കാനായി നീ വീണ്ടും വന്നോ? പ്ലാസ്ത് ഗ്രേവിലെ കവലയിൽ സ്ഥാപിച്ചിട്ടുള്ള മർദ്ദന കൂടിനു ചുറ്റും ജനസഞ്ചയം അക്ഷമയൊന്നും പ്രകടിപ്പിക്കാതെ തിങ്ങിക്കൂടി. കോസിമോദോ ശിക്ഷ അനുഭവിക്കുന്നത് കണ്ട് വിനോദിക്കാൻ വന്നവരായിരുന്നു അവർ. ഒരു വണ്ടിയുടെ പിന്നിൽ കെട്ടിയിട്ട കുറ്റവാളിയെ ഒടുവിൽ അവിടെ കൊണ്ടുവന്നു. സാർജന്മാർ എവിടെ നിന്നാലും കാണാവുന്ന പ്ലാറ്റ്ഫോമിൽ അവനെ കയറ്റി നിർത്തുകയും കയറുകളും തുകൽ വാറുകളും കൊണ്ട് അവനെ മർദ്ദനക്കൂട്ടിലെ ചക്രത്തിൽ കെട്ടിയിടുകയും ചെയ്തപ്പോൾ ആൾക്കൂട്ടത്തിൽ നിന്ന് ചിരിയും ആഹ്ലാദ പ്രകടനങ്ങളും ഇടകലർന്ന അത്യുച്ചത്തിലുള്ള കൂക്കുവിളിയും പൊട്ടിപ്പുറപ്പെട്ടു. തലേന്ന് അതേ സ്ഥലത്തുകൂടിയാണ് ആളുകൾ അവനെ വിഡ്ഢികളുടെ രാജാവായി എഴുന്നള്ളിച്ചു കൊണ്ടുപോയത്. ഭടന്മാർ കോസിമോദോയെ മുട്ടുകുത്തിച്ചു നിർത്തി. അവൻ്റെ കോട്ടും ഷർട്ടും അഴിച്ചുമാറ്റി. തുകൽ വാറുകൾ കൊണ്ട് പാല ചുറ്റി വരിഞ്ഞുകെട്ടി. ചക്രത്തിൽ അവനെ തളച്ചിട്ടു. തുകലുകളും വാറുകളും മാംസത്തിലേക്ക് കുഴിഞ്ഞിറങ്ങിയിരുന്നുവെങ്കിലും അവൻ അനങ്ങിയില്ല. നെറ്റി ചുളിച്ചതുമില്ല. ഷെഹാൻ ഫ്രോളോയും അയാളുടെ സുഹൃത്തും കുറ്റവാളിയുടെ പിറകെ കൂടിയിരുന്നു. അവൻ്റെ നഗ്നമായ കൂനും ഒട്ടകത്തിൻ്റെ പുറം പോലുള്ള നെഞ്ചും രോമം നിറഞ്ഞ പൊരിച്ചിലുള്ള തോളും ആളുകളിൽ പൊട്ടിച്ചിരിയുണർത്തി. അതിനിടയിൽ ആരാച്ചാർ അവിടെ എത്തിച്ചേരുകയും ചെയ്തു. ആരാച്ചാർ ചക്രം പിടിച്ച് തിരിക്കാൻ ആരംഭിച്ചു. ചക്രത്തിൻ്റെ കറക്കത്തിനിടയ്ക്ക് അവൻ്റെ ശരീരം ഞെരിഞ്ഞമർന്നപ്പോൾ അവൻ ഞെളിയുകയും പുളയുകയും ചെയ്തു. അവൻ്റെ മാംസപേശികൾ വികൃതമാവുകയും അവൻ്റെ മുഖം വേദന കൊണ്ട് ചുരുങ്ങുകയും ചെയ്തു. എന്നിട്ട് പോലും നിഷ്ഠൂരനായ ആരാച്ചാർ ചക്രത്തിൻ്റെ കറക്കത്തിനിടയ്ക്കും കോസിമോദോയുടെ ദേഹം കൈവാക്കിന് വന്നപ്പോൾ പെട്ടെന്ന് കൈ ഉയർത്തി ചാട്ട കൊണ്ടടിച്ചു. പിന്നെയും ചക്രം കറങ്ങി. പിന്നെയും അവൻ്റെ ദേഹത്ത് അടി വീണു. ചക്രത്തിൻ്റെ കറക്കം നടന്നുകൊണ്ടിരുന്നു. പ്രഹരവും ആവർത്തിച്ചുകൊണ്ടിരുന്നു. അവൻ്റെ കറുത്ത തോളുകളിൽ നിന്നും ചോരയൊലിക്കാൻ തുടങ്ങി. ചുഴറ്റിക്കൊണ്ടിരുന്ന ചാട്ടയിൽ നിന്ന് ചോരത്തുള്ളികൾ ആളുകളുടെ ദേഹത്തേക്ക് തെറിച്ചു വീണു. ആരംഭത്തിൽ കോസിമോദോ കൂസലില്ലായ്മ നടിച്ചു. ആരാച്ചാർ പിന്നെയും ചാട്ട കൊണ്ടടിച്ചപ്പോൾ വേദന സഹിക്കാനാകാതെ വരിഞ്ഞു കെട്ടിയിരുന്ന കയറ് പൊട്ടിക്കാൻ ശ്രമിച്ചു. കയറുകളും ചങ്ങലുകളും വലിഞ്ഞതല്ലാതെ പൊട്ടിയില്ല. കയറ് പൊട്ടിക്കാനുള്ള ശ്രമം അവനെ കൂടുതൽ തളർത്തിക്കളഞ്ഞു. കോസിമോദോയുടെ ശിക്ഷ തീർന്നില്ല. 1 മണിക്കൂർ സമയം കൂടി അവന് മർദ്ദനക്കൂട്ടിൽ കഴിയണമായിരുന്നു. മർദ്ദനക്കൂട്ടിലെ കോസിമോദോയോട് ആൾക്കൂട്ടത്തിലുള്ള ആർക്കും തന്നെ കനിവ് തോന്നിയില്ല. നോത്രദാമിലെ കൂനനോട് അത്രയ്ക്ക് വെറുപ്പ് അവരുടെ ഉള്ളിലുണ്ടായിരുന്നു. അവർ മർദ്ദന മുറകൾ കൊണ്ട് തൃപ്തിപ്പെട്ടില്ല. അവനെ പരിഹസിച്ചു, ശപിച്ചു, കൂക്കി വിളിച്ചു. ചിലർ അവൻ്റെ നേർക്ക് കല്ലെറിയുകയും ചെയ്തു. അക്കാര്യത്തിൽ സ്ത്രീകളും പുരുഷന്മാരുടെ പിന്നിലല്ലായിരുന്നു. കോസിമോദോ ചെകിടനായിരുന്നുവെങ്കിലും അവൻ്റെ സൂക്ഷ്മതയുള്ള കണ്ണുകൾക്ക് ആളുകളുടെ മുഖത്ത് ശക്തമായി പ്രകടമായിരുന്ന വെറുപ്പിൻ്റെ ആഴം മനസ്സിലാക്കാൻ കഴിഞ്ഞു. അവൻ ചങ്ങല പൊട്ടിക്കാൻ ഒരു ശ്രമം കൂടി നടത്തി. അതേസമയം
ആ മർദ്ദനയന്ത്രം ആകമാനമൊന്ന് കുലുങ്ങി. വേദനാ നിർഭരമായ സ്വരത്തിൽ, ഒരു മൃഗത്തിൻ്റെ അലർച്ചയോട് സാമ്യമുള്ള സ്വരത്തിൽ അവൻ നിലവിളിച്ചു, വെള്ളം വേണം. കോസിമോദയുടെ രോദനം ആളുകളുടെ സഹാനുഭൂതിയെ ഇളക്കി വിടുന്നതിന് പകരം അവരുടെ വിനോദരസികത്വത്തെ ഇരട്ടിപ്പിക്കാൻ മാത്രമേ ഉതകിയുള്ളൂ. അവൻ ആഗ്രഹം തുളുമ്പുന്ന കണ്ണുകൾ കൊണ്ട് ഒരിക്കൽ കൂടി ജനസമൂഹത്തെ നോക്കി. വെള്ളമെന്ന് ആവർത്തിച്ചു. അപ്പോഴും ആളുകൾ പരിഹസിച്ച് ചിരിക്കുകയായിരുന്നു. അവൻ്റെ മുഖത്ത് വിയർപ്പ് തുള്ളികൾ പൊടിഞ്ഞു. അവൻ വീണ്ടും വെള്ളം ചോദിച്ചു. ഉടൻ തന്നെ ഷെഹാൻ ഫ്രോളോയുടെ സുഹൃത്ത് ഓടയിൽ മുക്കിയ ഒരു പഴന്തുണി കഷ്ണം അവൻ്റെ നേർക്ക് എറിഞ്ഞുകൊടുത്തു. ഇതാ നിനക്ക് വെള്ളം. ഒരു സ്ത്രീ അവൻ്റെ നേർക്ക് ഒരു കല്ല് വലിച്ചെറിഞ്ഞു. എന്നിട്ട് പറഞ്ഞു, എപ്പോൾ നോക്കിയാലും അവൻ്റെ മുടിഞ്ഞൊരു മണിയടി. ആളുകൾക്ക് രാത്രിയിൽ പോലും സ്വൈര്യം തരില്ല. വേറൊരാൾ ഉടഞ്ഞ കൂജയുടെ ഒരു കഷ്ണമെടുത്ത് അവൻ്റെ നെഞ്ചിന് നേരെ എറിഞ്ഞുകൊണ്ട് പറഞ്ഞു, വെള്ളം കുടിക്കാൻ ഇതുപയോഗിക്കാം. എൻ്റെ ഭാര്യ ഇരട്ടത്തലയുള്ള കുഞ്ഞിനെ പെറ്റത് നിന്റെ ഭീകരരൂപം കണ്ടതുകൊണ്ടാണ്. പെട്ടെന്ന് ആൾക്കൂട്ടം ആർക്കോ വഴിമാറി കൊടുക്കുന്നത് കോസിമോദോ കണ്ടു. അത് വിചിത്രമായ രീതിയിൽ വസ്ത്രധാരണം ചെയ്ത ഒരു പെൺകുട്ടിയായിരുന്നു. പൊന്നു കെട്ടിയ കൊമ്പുകളുള്ള ഒരു കൊച്ചു കോലാട് അവളുടെ പിറകിലുണ്ടായിരുന്നു. തലേന്ന് രാത്രി താൻ ബലാത്കാരമായി പിടിച്ചുകൊണ്ട് പോയതിന് പകരം വീട്ടാൻ വരുന്നതായിരിക്കും ആ ബൊഹീമിയൻ യുവതിയെന്ന് അവൻ മനസ്സിലുറച്ചു. അവൾ കൽപ്പടികൾ ചുറുചുറുക്കോടെ കയറി വരുന്നത് അവൻ ശ്രദ്ധിച്ചു. അവൻ്റെ കണ്ണുകൾക്ക് അവളെ കത്തിച്ച് കളയാൻ കഴിയുമായിരുന്നെങ്കിൽ അവൾ ചാമ്പലായി പോയേനെ. അവൻ്റെ ചിന്തയ്ക്ക് വിപരീതമായി അവൾ വെള്ളം നിറച്ച ഒരു തുകൽ സഞ്ചി അവൻ്റെ ചുണ്ടുകളിലേക്ക് അടുപ്പിച്ചു കൊടുത്തു. അല്പം മുമ്പ് തീ വർഷിച്ച അവൻ്റെ കണ്ണുകളിൽ നിന്നും കണ്ണുനീരൊഴുകി. അവൻ്റെ ദാഹം ശമിച്ചിരുന്നു. അവൻ വെള്ളം കൊടുക്കുന്ന നേരത്തും അവളുടെ മുഖഭാവം ഒരു ക്രൂര മൃഗത്തെ കണ്ട് ഭയന്ന കൊച്ചു പെൺകുട്ടിയുടേതായിരുന്നു. അപൂർവമായ ആ കാഴ്ച പ്രേക്ഷക ഹൃദയത്തെ അഗാധമായി സ്പർശിച്ചു. അതുവരെയും ക്രൂരത മാത്രം കളിയാടിയിരുന്ന അവരുടെ കണ്ണുകളിൽ പൊടുന്നനെ മനുഷ്യത്വം കളിയാടി. അവർ സ്വയം മറന്ന് കരഘോഷം മുഴക്കി അവളെ അഭിനന്ദിച്ചു. റോളൻസ് ടവറിലെ ജനലിലൂടെ സിസ്റ്റർ ഗുദ്ദൂൾ ഈജിപ്തുകാരിയെ കാണുകയുണ്ടായി. അവർ അവളെ ശപിക്കാൻ തുടങ്ങി. എടി, നിനക്ക് മടുത്തു തന്നെ മർദ്ദനക്കൂട്ടിൽ കയറേണ്ടി വരും. കോസിമോദോയുടെ ശിക്ഷാസമയം തീർന്നതിനാൽ അവൻ മോചിതനായി. ആൾക്കൂട്ടം പിരിഞ്ഞുപോയി. മുകളിൽ വിവരിച്ച സംഭവം നടന്നിട്ട് ആഴ്ചകൾ പലത് കഴിഞ്ഞു. ഒരു ദിവസം വൈകുന്നേരം നോത്രദാം പള്ളിക്ക് മുന്നിലുള്ള ഒരു മണിമന്ദിരത്തിൻ്റെ മട്ടുപ്പാവിൽ യുവതികളും സുന്ദരികളുമായ ചില സ്ത്രീകൾ സംസാരിച്ച് രസിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവരുടെ വസ്ത്രധാരണ രീതിയിൽ നിന്ന് അവർ ഉന്നതകുല ജാതരാണെന്ന് വ്യക്തം. ഗൃഹനാഥയായ മദാം ഗോന്തലോറിയയുടെ മകളും അവളുടെ കൂട്ടുകാരികളുമായിരുന്നു അവർ. കുറച്ചു കഴിഞ്ഞ് മദാം ഗോന്തലോറിയയും അവരോടൊപ്പം ചെന്നിരുന്നു. അവർക്ക് 50 വയസ്സ് പ്രായം കാണും. യുവതികളുടെ കൂട്ടത്തിൽ അവരുടെ ഏകപുത്രി ഫ്ലെർഡേലിയും ഇരിപ്പുണ്ട്. ചെറുപ്പക്കാരികൾ ഇരുന്നിടത്തു നിന്നും അല്പം മാറി പട്ടാള ക്യാപ്റ്റൻ്റെ വേഷം ധരിച്ച സുന്ദരനായ ഒരു യുവാവ് ഇരിപ്പുണ്ടായിരുന്നു. ക്യാപ്റ്റനുമായി ഫ്ലെർഡേലിയുടെ വിവാഹം ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു. അവൾ ക്യാപ്റ്റൻ്റെ അടുത്ത് ചെന്നിരുന്നു. തൻ്റെ മകൾ അതീവ സുന്ദരിയും സർവ്വഗുണങ്ങളും ഒത്തിണങ്ങിയവളുമാണെന്ന് എല്ലാ അമ്മമാരെയും പോലെ മാഡം ഗോന്തലോറിയും കരുതി. അവർ ക്യാപ്റ്റനോട് പറഞ്ഞു, സുശീലയും സുന്ദരിയുമായ എൻ്റെ മകളെ വിവാഹം കഴിക്കുന്ന നിങ്ങൾ എന്തുകൊണ്ടും ഭാഗ്യവാനാണ്. പ്രതിശ്രുത വധുവിനോട് എന്തോ പറയാനായി ക്യാപ്റ്റൻ്റെ ചുണ്ടുകളണങ്ങി. അപ്പോൾ മട്ടുപ്പാവലുണ്ടായിരുന്ന ഒരു ബാലിക തുള്ളിച്ചാടി വിളിച്ചു പറഞ്ഞു, അതാ നോക്കൂ, കവലയിലൊരു പെൺകുട്ടി നൃത്തം ചെയ്യുന്നു. യുവതികളെല്ലാം മട്ടുപ്പാവൻ്റെ അരികിലേക്ക് നീങ്ങി. മട്ടുപ്പാവനോട് ചേർന്ന മുറിയിൽ ക്യാപ്റ്റൻ ഒറ്റയ്ക്കായി.
വിവാഹനാൾ അടുക്കും തോറും ക്യാപ്റ്റന് വിവാഹത്തോടുള്ള മടുപ്പും വർദ്ധിച്ചുകൊണ്ടിരുന്നു. തൻ്റെ മണവാട്ടിയുടെ സാന്നിധ്യം ആ സമയത്ത് അദ്ദേഹത്തെ അസ്വസ്ഥനാക്കി. അനേകം യുവതികളുമായി അനാശാസ്യമായി ബന്ധപ്പെട്ടിട്ടുള്ള തനിക്ക് ഫ്ലർദേലിയെ ആത്മാർത്ഥമായി സ്നേഹിക്കാൻ കഴിയുമോ എന്ന ചിന്ത അദ്ദേഹത്തെ അലട്ടി. മനോരാജ്യത്തിൽ മുഴുകിയിരുന്ന ക്യാപ്റ്റൻ്റെ അടുത്തേക്ക് ഫ്ലർദേലി ചെന്ന് പറഞ്ഞു, 2 മാസം മുമ്പ് ഒരു ബൊഹീമിയൻ യുവതിയെ അങ്ങ് കൊള്ളക്കാരിൽ നിന്ന് രക്ഷിച്ചുവെന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടോ? തെരുവിൽ നൃത്തം ചെയ്തുകൊണ്ടിരിക്കുന്നത് അവൾ തന്നെയാണോ എന്ന് ഒന്ന് നോക്കൂ. ക്യാപ്റ്റൻ ഉടൻ തന്നെ മുറിയിൽ നിന്ന് മട്ടുപ്പാവിലേക്ക് ചെന്ന് തെരുവിലേക്ക് കണ്ണുകൾ അയച്ചുകൊണ്ട് പറഞ്ഞു, അതെ, അതവൾ തന്നെ. കോലാടിനെ കണ്ടപ്പോൾ എനിക്ക് അവളെ തിരിച്ചറിയാൻ കഴിഞ്ഞു. പെട്ടെന്ന് ഫ്ലർദേലിയുടെ ചഞ്ചല നേത്രങ്ങൾ നോത്രദാമിലെ ഗോപുരത്തിലേക്ക് പതിച്ചു. കറുത്ത വസ്ത്രം ധരിച്ചുകൊണ്ട് നിൽക്കുന്ന ആൾ ആർച്ച് ഡീക്കനാണെന്ന് അവൾ തിരിച്ചറിഞ്ഞു. അവൾ ക്യാപ്റ്റനോട് പറഞ്ഞു, ഈജിപ്തുകാരി പെണ്ണ് സൂക്ഷിച്ച് നടന്നാൽ കൊള്ളാം. അദ്ദേഹത്തിന് ജിപ്സികളെ ഇഷ്ടമല്ല. ഇത്രയും പറഞ്ഞിട്ട് അവൾ ക്യാപ്റ്റനോട് കൊഞ്ചിക്കൊണ്ട് പറഞ്ഞു, അവളെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തുമെങ്കിൽ നമുക്കൊരു നേരം പോക്കായിരിക്കും. വേണം വേണം എന്നവളുടെ കൂട്ടുകാരികളും ആവശ്യപ്പെട്ടു. ഞാൻ ശ്രമിച്ചു നോക്കാം എന്ന് പറഞ്ഞിട്ട് ക്യാപ്റ്റൻ മട്ടുപ്പാവിൻ്റെ കൈവരിയിൽ ചാരി നിന്ന് പെൺകുട്ടി എന്ന് വിളിച്ചു. വിളി കേട്ട് നൃത്തം ചെയ്തുകൊണ്ടിരുന്ന യുവതി ഒരു നിമിഷത്തേക്ക് അനങ്ങാതെ നിന്നു. അവൾ ശബ്ദം പുറപ്പെട്ട ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കി നിശ്ചലയായി നിലകൊണ്ടു. ക്യാപ്റ്റൻ വീണ്ടും അവളെ വിളിക്കുകയും മാളികയിലേക്ക് വരാൻ ആംഗ്യം കാണിക്കുകയും ചെയ്തു. അവൾ അദ്ദേഹത്തെ തുറിച്ചു നോക്കി അതേ നിൽപ്പിൽ നിന്നു. പെട്ടെന്ന് അവളുടെ മുഖം വിടർന്നു. കവിളുകൾ ചുവന്നു തൊടുത്തു. അവളുടെ ചുറ്റും തടിച്ചുകൂടി നിന്നിരുന്ന പ്രേക്ഷകർ കാര്യമൊന്നും അറിയാതെ മിഴിച്ചു നോക്കി നിൽക്കെ അവൾ തപ്പ് കക്ഷത്തിൽ തിരികി ആൾക്കൂട്ടത്തിലൂടെ വഴിയുണ്ടാക്കി ആടിക്കുഴഞ്ഞ് മെല്ലെ മെല്ലെ മാളികയുടെ നേർക്ക് നടന്നു. മാളിക മുറ്റത്ത് വന്ന് ഒരടി പോലും മുന്നോട്ട് വയ്ക്കാൻ ധൈര്യപ്പെടാതെ വല്ലാതെ അണച്ചും പരിഭ്രമിച്ചും ഒരു ക്ഷണം നിന്നു. അകത്തേക്ക് വരാൻ ആവശ്യപ്പെട്ടതനുസരിച്ച് വാതിൽ തുറന്നപ്പോൾ അവളുടെ സാന്നിധ്യം ചെറുപ്പക്കാരികളെ അസൂയാലുക്കളാക്കി. അവളുടെ മുമ്പിൽ അവർക്ക് തങ്ങളുടെ സൗന്ദര്യത്തിന് മങ്ങലേറ്റതുപോലുള്ള ഒരനുഭവമുണ്ടായി. അവർ അവളെ അടി തൊട്ട് മുടി വരെ പരിശോധിക്കുന്നത് കണ്ട് ബൊഹീമിയൻ സ്ത്രീ അന്താളിച്ച് ആരെങ്കിലും തന്നോട് സംസാരിക്കാൻ വേണ്ടി കാത്തുനിന്നു. തുടക്കം കുറിച്ചത് ക്യാപ്റ്റനായിരുന്നു. അന്ന് രാത്രി പെട്ടെന്ന് കുതിരപ്പുറത്തു നിന്നും വഴുതിയിറങ്ങിപ്പോയത് എന്തിനാണ്? നിനക്കെന്നെ ഭയമായിരുന്നു? ഇല്ല എന്നവൾ മറുപടി പറഞ്ഞു. ആ കൂനൻ ചെകുത്താൻ നിന്നെ നോട്ടമിട്ടത് എന്തിനായിരുന്നു? അറിഞ്ഞുകൂടാ, അവൾ ഉത്തരം നൽകി. അതിനിടെ ക്യാപ്റ്റൻ ചെറുപ്പക്കാരികളുടെ സാന്നിധ്യം വിസ്മരിച്ചുകൊണ്ട് അറിയാതെ പറഞ്ഞുപോയി, ഹോ, എത്ര മനോഹരിയായ പെൺകുട്ടി. അത് കേട്ട് ഒരു ചെറുപ്പക്കാരി പറഞ്ഞു, ഇവൾക്ക് ഭംഗിയായി വസ്ത്രധാരണം ചെയ്യാൻ പോലും അറിഞ്ഞുകൂടാ. വാസ്തവത്തിൽ ബൊഹീമിയക്കാരിയുടെ സൗന്ദര്യത്തെ അധിക്ഷേപിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് അവൾ വസ്ത്രത്തിൽ പിടികൂടിയത്. അതേ തുടർന്ന് ഓരോരുത്തരായി ബൊഹീമിയക്കാരിയുടെ കുറ്റവും കുറവും ചൂണ്ടിക്കാട്ടി. പണ്ട് റോമ സാമ്രാജ്യത്തിലെ പ്രഭുകുമാരികൾ സുന്ദരിയായ അടിമപ്പെണ്ണിനോടുള്ള അസൂയ കാരണം അവളുടെ ദേഹത്ത് സൂചി കുത്തിയിറക്കി മുറിവുണ്ടാക്കി രസിച്ചിരുന്നതുപോലെ ചെറുപ്പക്കാരികൾ കുത്തുവാക്കുകൾ കൊണ്ട് അവളുടെ ഹൃദയത്തിൽ മുറിവേൽപ്പിച്ചു. ഒടുവിൽ ഗത്യന്തരമില്ലാതെ അവൾ ക്യാപ്റ്റൻ്റെ നേർക്ക് നോക്കി. ക്യാപ്റ്റൻ അവളെ സമാധാനിപ്പിച്ചു. ഇവർ എന്ത് വേണമെങ്കിലും പറഞ്ഞുകൊള്ളട്ടെ. നിന്റെ വസ്ത്രധാരണം വിചിത്രം തന്നെ, സംശയമില്ല. എന്നാലും നിന്നെപ്പോലുള്ളൊരു സുന്ദരിയെ സംബന്ധിച്ചിടത്തോളം അതിൽ വലിയ കാര്യമില്ല. ഫ്ലർദേലിയുടെ കൂട്ടുകാരി അഭിപ്രായപ്പെട്ടു. നിന്റെ കോലാടിനെ കൊണ്ട് ഒരു അത്ഭുത വിദ്യ കാണിക്കൂ. ആട്ടിൻകുട്ടിയുടെ കഴുത്തിൽ തൂക്കിയിട്ടിരുന്ന ഒരു ചെറിയ തുകൽ സഞ്ചിയിൽ ഫ്ലർദേലിയുടെ നോട്ടം വീണു. അതെന്താണെന്നറിയാനുള്ള കൗതുകത്തോടെ അവൾ ചോദിച്ചു, ഇതിലെന്താണ്? ജിപ്സി യുവതി ഗൗരവസ്വരത്തിൽ പറഞ്ഞു.
അത് പറയാൻ പാടില്ല, രഹസ്യമാണ്. ക്യാപ്റ്റൻ ഇടയ്ക്ക് കയറി ചോദിച്ചു. നിന്റെ പേരെന്താണ്? ലായസ് മറാൽദ. അവളുടെ വിചിത്ര നാമം കേട്ട് ചെറുപ്പക്കാരികൾ പൊട്ടി പൊട്ടി ചിരിച്ചു. അതിലൊരുത്തി ദൃഢസ്വരത്തിൽ പറഞ്ഞു, ഇവളൊരു ക്ഷുദ്രക്കാരിയാണ്, സംശയമില്ല. ഈ അവസരത്തിൽ ജിപ്സി നർത്തകിയെ ആദ്യം ചൂണ്ടിക്കാണിച്ചു കൊടുത്ത ബാലിക മറ്റാരും കാണാതെ ഒരപ്പ കഷ്ണം കോലാടിന് കൊടുത്ത് അതിനെ വശത്താക്കി ഒരു മൂലയ്ക്ക് കൊണ്ടുപോയി. അവർ രണ്ടുപേരും പെട്ടെന്ന് കൂട്ടുകാരായി തീർന്നു. ബാലിക കൗതുകത്തോടെ ആടിൻ്റെ കഴുത്തിലെ സഞ്ചി അഴിച്ചെടുത്തു. സഞ്ചി തുറന്ന് അതിനുള്ളിലുണ്ടായിരുന്നത് നിലത്ത് കുടഞ്ഞിട്ടു. തറയിൽ വീണത് അക്ഷരമാലയായിരുന്നു. ഓരോ ചെറിയ വീഞ്ഞ പലക കഷ്ണം കൊണ്ടാണ് ഓരോ അക്ഷരവും കൊത്തിയുണ്ടാക്കിയിരിക്കുന്നത്. അവയിൽ നിന്ന് ആട്ടിൻകുട്ടി അതിൻ്റെ കൊമ്പുകൾ കൊണ്ട് ചില അക്ഷരങ്ങൾ മാത്രം തിരഞ്ഞെടുത്ത് ഒരു പ്രത്യേക ക്രമത്തിൽ നിരത്തിവെച്ച് ഒരു വാക്കുണ്ടാക്കി. അത് കണ്ട് ബാലിക ആർത്തുല്ലസിച്ചുകൊണ്ട് കൈകൊട്ടി എല്ലാവരെയും അവളുടെ അടുത്തേക്ക് ക്ഷണിച്ചു. ഇതാ ഒരു ഇന്ദ്രജാലം. ഫ്ലർദേലിയും ബാലികയുടെ അടുത്തേക്ക് വന്നു. അത്ഭുതകരമായ കാഴ്ച കണ്ട് അവളും അമ്പരന്നു. നിരന്നു കിടന്ന അക്ഷരങ്ങൾ കൂട്ടിച്ചേർത്ത് വായിച്ചപ്പോൾ ഫാബു എന്ന പേര് കിട്ടി. ചെറുപ്പക്കാരികൾ വിസ്മയിച്ചു പോയി. തൊണ്ടി സഹിതം പിടിക്കപ്പെട്ട ഒരു കള്ളന്റെ പരുങ്ങലോടെ തല കുനിച്ച് ജിപ്സി പെൺകുട്ടി ഇളകാതെ നിലകൊണ്ടു. ഫ്ലർദേലി മുഖം പൊത്തി ഏങ്ങി ഏങ്ങി കരഞ്ഞുകൊണ്ട് പരുഷ സ്വരത്തിൽ പറഞ്ഞു, ഇവൾ കൂടോത്രക്കാരിയാണ്, ഇവളെൻ്റെ ശത്രുവാണ്. ഇത്രയും പറഞ്ഞു തീർന്ന ഉടൻ തന്നെ ബോധം കെട്ട് മറിഞ്ഞു വീഴാൻ തുടങ്ങിയ മകളെ അവളുടെ അമ്മ താങ്ങിപ്പിടിച്ചു. എന്നിട്ട് ലായസ് മറാൽദയുടെ നേർക്ക് നോക്കി പറഞ്ഞു, എടി തേവടിശി, ഇറങ്ങിപ്പോ, പടിക്ക് പുറത്ത്. ലായസ് മറാൽദ ഒന്നും മിണ്ടാതെ അക്ഷരങ്ങൾ പെറുക്കിയെടുത്ത് ആട്ടിൻകുട്ടിയെയും കൂട്ടി പുറത്തേക്കിറങ്ങി. ആ സമയത്തും ആർച്ച് ഡീക്കൻ ഗോപുരത്തിൻ്റെ ജനാലയ്ക്കരികിൽ നിന്നുകൊണ്ട് തെരുവിൽ കൂടി നടന്നു നീങ്ങുന്ന ലായസ് മറാൽദയെ ജ്വലിക്കുന്ന കണ്ണുകളോടെ നോക്കുകയായിരുന്നു. ആരോ ഒരാൾ അവളെ പിന്തുടരുന്നത് കണ്ട് അദ്ദേഹം ചിന്താധീനായി. അതാരാണെന്നറിയാൻ ഉത്കണ്ഠപ്പെട്ടുകൊണ്ട് അദ്ദേഹം ഗോപുരത്തിൽ നിന്ന് താഴേക്കിറങ്ങി തെരുവിൽ ചെന്ന് ജിപ്സി യുവതി എങ്ങോട്ടാണ് പോയതെന്ന് വഴിയാത്രക്കാരോട് തിരക്കി. അപ്പോൾ ഗ്രീൻഷ്വാർ ചുവപ്പും മഞ്ഞയും കലർന്ന വിചിത്ര വേഷം ധരിച്ച് തൻ്റെ അടുത്തേക്ക് വരുന്നത് അദ്ദേഹം കണ്ടു. ഗ്രീൻഷ്വാറിൻ്റെ വസ്ത്രധാരണ രീതിയിൽ പ്രത്യേകം ശ്രദ്ധ പതിപ്പിച്ചുകൊണ്ട് ആർച്ച് ഡീക്കൻ ചോദിച്ചു, കുറേ നാളായല്ലോ നിന്നെ കണ്ടിട്ട്, ഇപ്പോൾ എവിടെയാണ്? നിന്റെ ഇപ്പോഴത്തെ വേഷം വിചിത്രമായിരിക്കുന്നു. ഗ്രീൻഷ്വാർ ഒരു ദാർശനികന്റെ ഗൗരവത്തോടെ പറഞ്ഞു, എൻ്റെ കോട്ട് കളഞ്ഞുപോയി, അതിനാൽ ഈ വേഷം ധരിക്കാൻ നിർബന്ധിതനായി തീർന്നു. തെണ്ടികളുടെയും നാടോടികളുടെയും കൂടെയാണ് ഇപ്പോൾ കഴിയുന്നത്. അവരിൽ നിന്ന് പല വിദ്യകളും ഞാൻ പഠിച്ചിട്ടുണ്ട്. ജനിച്ചു പോയി, എങ്ങനെയും ജീവിക്കണമല്ലോ. ഗ്രീൻഷ്വാറിൻ്റെ സംസാരത്തിന് വിരാമം ഇട്ടുകൊണ്ട് പുരോഹിതൻ ചോദിച്ചു, അതിരിക്കട്ടെ, ഈയിടെ നീ എപ്പോഴും ഒരു ജിപ്സി പെണ്ണിൻ്റെ കൂടെ നടക്കുന്നത് പലരും കാണാനിടയായിട്ടുണ്ട്. അവൾ എൻ്റെ ഭാര്യയാണ്. മറുപടി കേട്ട് ആർച്ച് ഡീക്കൻ നടുങ്ങിപ്പോയി. അവൾ എൻ്റെ ഭാര്യ തന്നെ, എന്നാലും അവൾ അചുംബിതയാണ്. അവൾ വിശുദ്ധ ജീവിതം നയിക്കുന്നു. അവൾ വിശുദ്ധ ജീവിതം നയിക്കുമെങ്കിൽ അവൾക്ക് അവളുടെ മാതാപിതാക്കന്മാരെ വീണ്ടും കിട്ടുമെന്ന് ഈജിപ്തിലെ ഡ്യൂക്ക് എന്ന പരിഹാസ നാമത്തിൽ അറിയപ്പെടുന്ന തെണ്ടികളുടെ നേതാവ് പറഞ്ഞ് വിശ്വസിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. അവളുടെ കഴുത്തിൽ ഒരു രക്ഷ കെട്ടിയിരിക്കുന്നതും അതിനു വേണ്ടിയാണ്. പുരോഹിതൻ ഉത്കണ്ഠയോടെ ചോദിച്ചു, അവൾ പവിത്രയാണെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? വിക്ടർ യൂഗോയുടെ നോത്രദാമിലെ കൂനൻ എന്ന നോവലിൻ്റെ 2ാം ഭാഗം എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി എന്നു തന്നെ കരുതുന്നു. അടുത്ത തവണ ഞാൻ എത്തും വരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.